السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونستهديه ونتوب إليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن سيدنا ونبينا وقائدنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وسلم، عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين جاءوا بالإفك عصبة منكم لا تحسبوه شرا لكم بل هو خير لكم، لكل امرئ منهم ما اكتسب من الإثم، والذي تولى كبره منهم له عذاب عظيم. لولا إذ سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين. لولا جاءوا عليه بأربعة شهداء فإذ لم يأتوا بالشهداء فأولئك عند الله هم الكاذبون. ولولا فضل الله عليكم ورحمته في الدنيا والآخرة لمسكم فيما أفضتم فيه عذاب عظيم. إذ تلقونه بألسنتكم وتقولون بأفواهكم ما ليس لكم به علم وتحسبونه هينا وهو عند الله عظيم. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم.
വളരെ സ്നേഹം നിറഞ്ഞ പണ്ഡിത മഹത്തുക്കളെ, സയ്യിദന്മാരെ, ഉമറാക്കളെ, സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് ചേരൽ, ഇവിടെ നടക്കുന്ന നസീഹത്ത്, സദുപദേശം എല്ലാം നമ്മിൽ നിന്ന് സ്വാലിഹായ അമലായി അല്ലാഹു സ്വീകരിച്ച് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നമ്മുടെ മാതാപിതാക്കളിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ആയുസ്സിൽ ബറക്കത്തും അമലിന്റെ തൗഫീഖും ആഫിയത്തും സലാമത്തും അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മരിച്ചുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്ത് ചെയ്തു കൊടുക്കട്ടെ. ഈ പരിപാടി ഇത്രയും വിജയിപ്പിക്കാൻ കഠിനാധ്വാനം ചെയ്ത SYSന്റെയും SKSFന്റെയും ഇവിടുത്തെ സുന്നി മഹല്ല് ഫെഡറേഷന്റെയും കർമ്മധീരരായ പ്രവർത്തകന്മാർ, അവരുടെ സേവനങ്ങൾ അല്ലാഹു സ്വീകരിക്കട്ടെ. നമ്മുടെ നിയ്യത്തുകളിലെ അപാകതകൾ അല്ലാഹു പരിഹരിക്കുമാറാകട്ടെ. നമ്മുടെ പേരാമ്പ്ര ടൗൺ ആണല്ലോ, അതിന്റെ ടൗൺ പള്ളിയാണോ ഇത്? കുറേ വർഷങ്ങൾക്ക് മുമ്പ്, ഒരു ഉദ്ദേശം ഒരു 17 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്നാണ് എന്റെ ഓർമ്മ, നമ്മുടെ പേരാമ്പ്ര ടൗണിൽ ഒരു റബീഉൽ അവ്വൽ വഅദ് പറയാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ആർക്കെയും ഓർമ്മ ഉണ്ടാവും അറിയില്ല. അപ്പോ കുറെ കാലങ്ങൾക്ക് ശേഷം ഒന്ന് രണ്ടാമതും കാണാനും പരിചയപ്പെടാനുമുള്ള ഒരവസരമാണ്. അന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന, ഇന്ന് ഖബറുകളിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബന്ധുക്കൾ ഉണ്ടാവും. അല്ലാഹു അവരുടെ ഖബറുകൾ വിശാലമാക്കി കൊടുക്കട്ടെ. ഈ ഒരുമിച്ച് ചേരലുകൾ അല്ലാഹുവിന് വേണ്ടിയുള്ള ഒത്തുചേരലാണ്. പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ വരവ്, വാഴ്ന്നു പറയാൻ ഏറ്റ ഒരു ഉസ്താദ് വന്നേ പറ്റൂ, ഇല്ലെങ്കിൽ സംഘാടകർ പൊക്കിക്കൊണ്ടുവരും. നിങ്ങളിപ്പോ എന്തിനാ വന്നത്? നിങ്ങളുടെ ഉദ്ദേശലക്ഷ്യം മനോഹരമാണ്. നിങ്ങൾ വന്നില്ലെങ്കിൽ ആരും ചോദിക്കാൻ പോണില്ല. നിങ്ങൾ വന്നത് അല്ലാഹുവിന് വേണ്ടിയാണ്. അതങ്ങനെ തന്നെ അല്ലാഹു ആക്കിത്തരട്ടെ. തിബ്തും ത്വാബ മംശാകും വതബവ്വഅതും മിനൽ ജന്നതി മൻസില. നിങ്ങൾ നന്നായി, നല്ലവരായി, നിങ്ങളുടെ നടത്തം നന്നായി, നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു വീട് ഒരുങ്ങിക്കഴിഞ്ഞു എന്നൊക്കെ അല്ലാഹുവിന്റെ മലക്കുകൾ പറയുന്ന വിഭാഗത്തിൽ അല്ലാഹു നമ്മെ ചേർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഭിനന്ദനായ ഉസ്താദ് നാസർ ഫൈസി അവറുകൾ വളരെ വിശദമായി നമ്മുടെ പ്രാസ്ഥാനിക പശ്ചാത്തലം വളരെ വ്യക്തമായി ഇവിടെ വിശദീകരിച്ച് സംസാരിച്ചു. അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയിൽ ബഹുമാനപ്പെട്ട സമസ്തകല ജമീഅത്തുൽ ഉലമയുടെ കീഴിൽ ദീൻ പഠിച്ചും മനസ്സിലാക്കിയും ആചരിച്ചും അനുവർത്തിച്ചും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബഹുസമൂഹം എന്ന നിലയിൽ കേരളീയരായ നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. ഇങ്ങനെ ഒരു നേതൃത്വവും ദിശനാവൈഭവമുള്ള ആലിമീങ്ങളും പണ്ഡിതന്മാരും ഫുഖഹാവും സുഫിവര്യന്മാരുമൊക്കെ അടങ്ങുന്ന വലിയ ഒരു പ്ലാറ്റ്ഫോം ബഹുമാനപ്പെട്ട സമസ്തയെ പോലെ ലോകത്ത് നമുക്ക് കാണാൻ കഴിയില്ല. അതാണ് വലിയ അത്ഭുതം. അറബ് മുസ്ലിം രാജ്യങ്ങളുണ്ട് നമുക്കൊരുപാട്. മുസ്ലിമീങ്ങൾ താമസിക്കുന്ന പ്രദേശങ്ങൾ വിവിധ രാജ്യങ്ങളിലുണ്ട്. അവിടെയൊന്നും ഇങ്ങനെ ഒരു സംവിധാനമില്ല എന്ന് പറയുമ്പോൾ നമുക്കൊരു പക്ഷേ വിശ്വസിക്കാൻ തോന്നുന്നുണ്ടാവില്ല. അതിപ്പോ എങ്ങനെ ഉണ്ടാവുമല്ലോ, സംഗതി ഇല്ല എന്നാണ് നമ്മുടെ ചെറിയ പരിചയത്തിൽ നിന്ന് മനസ്സിലായത്. ഇങ്ങനെ ഒരു സമസ്തയുടെ സംവിധാനം നമ്മുടെ മദ്രസകളും നമ്മുടെ ദീനീ സ്ഥാപനങ്ങളും പട്ടിക്കാട് ജാമിഅ നൂരിയയുടെ സഹസ്ഥാപനമായി അതിന്റെ കീഴ് സ്ഥാപനമായി ജബലുന്നൂർ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു അതിന്റെ പ്രവർത്തനങ്ങൾ അതിനാരൊക്കെയാണോ ചുക്കാൻ പിടിക്കുന്നത് അവർക്കും അതിന്റെ സഹകാരികൾക്കും അവിടെ പഠിക്കുന്ന മുതഅല്ലിമീങ്ങൾക്കും പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്കുമൊക്കെ സഹകാരികളായ നാട്ടുകാർക്കുമെല്ലാം ഇതിന്റെ 90ഓളം മഹല്ലുകൾ ഒരുമിച്ച് ചേർന്ന ഒരു സംരംഭമാണ് എന്നറിയാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്
അവന്റെ ദീനിനെ സഹായിച്ചതിന്റെ കൂലി ഈ സ്ഥാപനത്തെ, പ്രസ്ഥാനത്തെ സഹായിക്കുന്നതിലൂടെ അള്ളാഹു നമുക്ക് നൽകും. അള്ളാഹു നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ജബലുൻ നൂറായി പ്രകാശം സ്ഫുരിക്കുന്ന മഹാപർവ്വതമായി ഇൻഷാ അല്ലാഹ് പേരാമ്പ്രയുടെ തിരുമുറ്റത്ത് ആ സ്ഥാപനം വളർന്നു വന്ന് ഒരുപാട് ആലിമീങ്ങൾ, സമൂഹത്തിന് നന്മ പറഞ്ഞു കൊടുക്കുന്നവർ, ഫിത്നയുണ്ടാക്കാത്തവർ, സമൂഹത്തെ നല്ല വഴിക്ക് നയിക്കുന്നവർ, സമൂഹത്തെ ശിഥിലമാക്കാത്തവർ, സമൂഹത്തിന് അല്ലാഹുവിലേക്കുള്ള വഴി അറിയിച്ചു കൊടുക്കുന്നവർ, സമൂഹത്തെ വഴിയാധാരമാക്കാത്തവർ, അത്തരം ആലിമീങ്ങളായി നമ്മുടെ ഉലമാഇനെ അല്ലാഹു മാറ്റിത്തരട്ടെ. പ്രത്യേകിച്ച് ഒരുപാട് ദീനീ സ്ഥാപനങ്ങളിലേക്ക് സെലക്ഷനും ഇന്റർവ്യൂ പരീക്ഷയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മുടെ മക്കളിൽ ആലിമീങ്ങളും ഹാഫിദീങ്ങളും ഒക്കെ ഉണ്ടാകണം. നമ്മൾ അവർ എഞ്ചിനീയർമാരും ഡോക്ടർമാരും ആവാനൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ്, ഒരുപാട് സമ്പത്ത് ചെലവഴിക്കുന്നവരാണ്. അതിലൊക്കെ അപ്പുറം കൺകുളിർമയും ആശ്വാസവും നാളെ പരലോകത്തേക്കൊരു സമ്പാദ്യവും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത് നമ്മുടെ മക്കൾ ദീൻ പഠിക്കുമ്പോഴാണ്. അതിന് ഒരു മടിയുമില്ലാതെ ഒരുപാട് സ്ഥാപനങ്ങൾ നമ്മുടെ മുമ്പിലിരിക്കുകയാണ്, ഉപയോഗപ്പെടുത്താം. SSLC പാസ്സായി കഴിഞ്ഞ മക്കൾക്ക് വാഫി കോഴ്സുണ്ട്, SSLC കഴിഞ്ഞ പെൺകുട്ടികൾക്ക് വഫിയ കോഴ്സുണ്ട്. ഡിഗ്രി വരെയും PG വരെയും അതിന്റെ കൂടെ കിതാബും ദീനീ വിഷയങ്ങളും പഠിച്ചുകൊണ്ട് തന്നെ വാഫി ബിരുദം എടുക്കാൻ പറ്റും. ജബലുൻ നൂർ ഇവിടെയുണ്ട്. പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ ഫൈസാബാദിലെ ഫൈദി ബിരുദവുമായി പുറത്തിറങ്ങാൻ കഴിയുന്ന സിലബസുമായി നമ്മുടെ സ്ഥാപനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പഠിച്ച ദാറുൽ ഹുദയുണ്ട്, അതിന്റെ സഹസ്ഥാപനങ്ങളുണ്ട്. നമ്മുടെ കൂനഞ്ചേരിയുള്ള ദാറുൻ നജാത്തുണ്ട്. അത് പിന്നെ മദ്രസ 5ാം ക്ലാസ് കഴിഞ്ഞ ഉടനെ 11.5 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്കാണ് അതിന്റെ ചാൻസ് ഉള്ളത്. 12 കൊല്ലത്തെ വിദ്യാഭ്യാസവും അൽഹംദുലില്ലാഹ് വലിയ ടേൺ ഔട്ടുകൾ നമ്മുടെ മക്കളുടെ പഠന വിഷയത്തിൽ രക്ഷിതാക്കൾ കാണിച്ചതായി അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഏതെല്ലാം രക്ഷിതാക്കൾക്ക് അവരുടെ മനസ്സിന്റെ ഉള്ളിൽ എന്റെ മോൻ ഒരു ഹാഫിളാകണം, ഒരു ആലിമാകണം, ഒരു പണ്ഡിതനാകണം എന്നാഗ്രഹമുണ്ടോ, ആഗ്രഹം അല്ലാഹു സഫലമാക്കി കൊടുക്കട്ടെ. നമ്മളെ രോഗികൾക്ക് അല്ലാഹു ശിഫ നൽകട്ടെ. നമ്മളെ പ്രയാസപ്പെടുന്നവരുടെ പ്രയാസങ്ങൾ അല്ലാഹു സലാമത്താക്കി കൊടുക്കട്ടെ. കടബാധ്യതകൾ അല്ലാഹു വെട്ടിത്തരട്ടെ. നമ്മുടെ കണ്ണും കാതും ശരീരവും സൂക്ഷിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സഹാബിയുടെ മയ്യത്ത് സന്ദർശിക്കാൻ വേണ്ടി പോകുന്നു. ആ വീട്ടിൽ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വന്നപ്പോ ആ ചെറുപ്പക്കാരനായ സുഹാബി വഫാത്തായി കിടക്കുകയാണ്. നബി തങ്ങളുടെ വരവും കൂടെ ആയപ്പോ ആ ഉമ്മ സന്തോഷം കൊണ്ട് പറഞ്ഞു, ഹനീഅൻ ലഹു ബിൽ ജന്ന, എന്റെ മോന് സ്വർഗം കൊണ്ട് ഞാൻ ആശംസ നേരുന്നു, എന്റെ മകന് ഞാൻ സ്വർഗം ആശംസിക്കുകയാണ്. ആരാ കാണാൻ വന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് ആ ജനാസക്ക് നേതൃത്വം കൊടുക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹനീഅൻ ലഹു ബിൽ ജന്ന. ഇത് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടുകൊണ്ട് ചോദിച്ചു, മൻ ഹാദിഹിൽ മുതഅല്ലിയതു അലല്ലാഹ്, ആരാണ് അല്ലാഹുവെ സാക്ഷി നിർത്തി എന്റെ മോൻ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞവൾ ആരാണ്? അവരെ പറഞ്ഞു, ഉമ്മുഹു യാ റസൂലല്ലാഹ്, ആ ചെറുപ്പക്കാരന്റെ ഉമ്മയാണ് നബിയെ. നബി തങ്ങൾ ചോദിച്ചു, എങ്ങനെയാണ് അവർക്ക് മകന് സ്വർഗമുണ്ട് എന്ന് അങ്ങനെ അങ്ങ് ധൈര്യത്തിൽ പറയാൻ പറ്റുന്നത്? ലഅല്ലഹു തകല്ലമ ഫീമാ ലാ യഅനീഹ്, ഒരുപക്ഷെ ആ ചെറുപ്പക്കാരൻ അനാവശ്യമായ പറയേണ്ടതില്ലാതിരുന്ന പലതും നാവുകൊണ്ട് പറഞ്ഞു പോയിട്ടുണ്ടാകാം.
അനാവശ്യമായത്, ആവശ്യമോ അത്യാവശ്യമോ അല്ലാത്ത വിഷയങ്ങൾ ഗീബത്തോ നമീമത്തോ ആണ് എന്നല്ല ഇതിനർത്ഥം. ഫീമാ ലാ യഅനി, things that do not concern you, നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ലാത്ത, നിങ്ങളുമായി ഒരു ബന്ധവുമില്ലാത്ത ചില വിഷയങ്ങൾ. അനാവശ്യം നമ്മൾ പറയില്ലേ, അത്തരം വിഷയങ്ങളിൽ നാവുകൊണ്ട് സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്തിട്ടുണ്ടാവില്ലേ? അങ്ങനത്തെ ഒരാൾക്കൊക്കെ അള്ളാഹു സ്വർഗം കൊടുക്കുമെന്ന് അത്ര ധൈര്യത്തിൽ പറയാനൊക്കുമോ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടെ വിഷയം ഗൗരവമാണ്. ഫീമാ ലാ യഅനി, അത് ഇസ്ലാമിന്റെ ഒരു പ്രയോഗമാണ്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മുസ്ലിം ശരിയായ മുസ്ലിമാവുന്നതിന്റെ ലക്ഷണം തർക്കുഹു മാ ലാ യഅനി, അനാവശ്യമായതൊക്കെ ഒഴിവാക്കിക്കളയലാണ്. ഗീബത്ത്, നമീമത്ത്, കളവ്, പരദൂഷണം, പരിഹാസം, ഇതൊക്കെ ഒഴിവാക്കുക എന്നതിലപ്പുറം അനാവശ്യമായത് ഞാൻ എന്തിനത് പറയണം എന്ന് ചിന്തിക്കുന്ന വിഷയങ്ങൾ അതൊഴിവാക്കാത്ത അവസ്ഥയിലാണ് ഈ ചെറുപ്പക്കാരൻ മരിച്ചുപോയതെങ്കിൽ ഈ ഉമ്മ അള്ളാഹുവിന്റെ പേര് പറഞ്ഞ് അള്ളാഹുവിനെ സാക്ഷി നിർത്തി തന്റെ മോന് സ്വർഗത്തിലാണെന്ന് പറയുന്നത് ശരിയാണോ? എത്ര ധൈര്യത്തിലാണ് ഈ ഉമ്മ പറയുന്നത്? അത്ര ധൈര്യം കാണിക്കാൻ പറ്റുമോ? ലഅല്ല ഇബ്നഹാ തകല്ലമ ഫീമാ ലാ യഅനി, ഈ പെണ്ണിന്റെ മോൻ അനാവശ്യമായ വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ടാവില്ലേ? ഇവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കാൻ ആരംഭിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ വിഷയങ്ങളും മനുഷ്യന്റെ നാവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഏത് വിഷയവും എല്ലാം. ഒരു മനുഷ്യൻ മിണ്ടാതിരുന്നാൽ എന്തൊരു റാഹത്തായിരിക്കും. ചിലപ്പോ എനിക്ക് തോന്നാറുണ്ട്, നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ ഒറ്റ ദിവസം ഒരു നദർതുൽ റഹ്മാനെ സൗമ എന്ന് പറഞ്ഞു, ഇന്ന് ഞങ്ങൾ മിണ്ടൂല എന്ന് പറഞ്ഞാൽ എന്തോ ഒരു റാഹത്തായിരിക്കും പത്രം വായിക്കാൻ. ഒന്നും മിണ്ടാതിരുന്ന, പറയുന്നത് അനാവശ്യങ്ങൾ, പറയുന്നത് തോന്നിവാസങ്ങൾ, പറയുന്നത് പറയാൻ പാടില്ലാത്തത്. നമ്മുടെ തെരുവുകളിലും നമ്മുടെ വീടുകളിലും നമ്മുടെ അങ്ങാടികളിലും നമ്മുടെ ചർച്ചകളിലും നമ്മുടെ സ്റ്റേജുകളിലും നമ്മുടെ പേജുകളിലും നമ്മുടെ ഫേസ്ബുക്കുകളിലും നമ്മുടെ വാട്സാപ്പുകളിലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന പലതും ഫീമാ ലാ യഅനി, ഒരാവശ്യവുമില്ലാത്തതിൽ മനുഷ്യൻ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ട് ഒരു മനുഷ്യന്റെ സ്വർഗപ്രവേശം നഷ്ടമാവാൻ ഇടയുണ്ട് എന്ന് പഠിപ്പിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അലാ ഇന്ന സിൽഅത്തല്ലാഹിൽ ജന്ന, അറിയണം അല്ലാഹുവിന്റെ സ്വർഗം വിലപിടിപ്പുള്ളതാണ്. അതങ്ങ് വെറുതെ കിട്ടുന്ന സംഗതിയല്ല. അല്ലാഹുവിന്റെ സ്വർഗത്തിന് വിലയുണ്ട്. അലാ ഇന്ന സിൽഅത്തല്ലാഹി ഗാലിയ, അല്ലാഹുവിന്റെ സ്വർഗം എക്സ്പെൻസീവാണ്, വിലപിടിപ്പുള്ളതാണ്. അലാ ഇന്ന സിൽഅത്തല്ലാഹിൽ ജന്ന, അല്ലാഹുവിന്റെ ചരക്ക് സ്വർഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കിട്ടണമെങ്കിൽ നമ്മൾ ഒരൽപ്പം അധ്വാനിച്ചേ പറ്റൂ. നാവ് സൂക്ഷിച്ചിരുന്നെങ്കിൽ എത്ര ത്വലാഖുകൾ ഒഴിവാക്കി പോകുമായിരുന്നു. നാവ് സൂക്ഷിച്ചിരുന്നെങ്കിൽ എത്രയോ വേർപിരിയലുകൾ ഇല്ലാതാകുമായിരുന്നു. നാവ് സൂക്ഷിച്ചിരുന്നെങ്കിൽ എത്രയോ നല്ല ബന്ധങ്ങൾ, നല്ല സുഹൃബന്ധങ്ങൾ ശിഥിലമാവാതെ രക്ഷപ്പെടുമായിരുന്നു. നാവ് സൂക്ഷിച്ചിരുന്നെങ്കിൽ എത്രയോ കലഹങ്ങളും യുദ്ധങ്ങൾ വരെ ലോകത്തൊഴിവാകുമായിരുന്നു. മനുഷ്യന്റെ നാവ് വരുത്തിവെക്കുന്ന വിന വലുതാണ്. വതഹ്സബൂനഹു ഹയ്യിന, ഖുർആൻ ചോദിക്കാൻ, നിങ്ങളിതൊക്കെ നിസ്സാരമായി കാണുന്നില്ലേ? إذ تلقونه بألسنتكم وتقولون بأفواهكم ما ليس لكم به علم وتحسبونه هينا وهو عند الله عظيم. നിങ്ങൾ നിങ്ങളുടെ നാവ് ഉപയോഗിച്ചുകൊണ്ട് പലതും ഏറ്റെടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഒരാൾ പറഞ്ഞത് അവൻ ഫോർവേഡ് ചെയ്തത്
അവിടുന്ന് കിട്ടിയ ക്ലിപ്പ്, ഇവിടുന്ന് കിട്ടിയ സംസാരം, ഓഡിയോ, ഇവിടുന്ന് കിട്ടിയ വീഡിയോ, ഇവിടുന്ന് കിട്ടിയ ടെക്സ്റ്റ്, ഇത് തലഖൗനഹു ബിഅൽസിനതികും, നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങളത് ഏറ്റെടുക്കുകയും വതഖൂലൂന ബിഅഫ്വാഹികും മാ ലൈസ ലകും ബിഹി ഇൽമ, നിങ്ങൾക്ക് ഒരു വിവരവുമില്ലാത്ത വിഷയം നിങ്ങൾ ഇടപെട്ട് സംസാരിക്കുകയും ചെയ്യുന്നുവല്ലോ. വതഹ്സബൂനഹു ഹയ്യിന, അതിനേക്കാളൊക്കെ ഗൗരവം അത് നിസ്സാരമാണെന്ന് നിങ്ങൾ വിചാരിക്കുകയും ചെയ്യുന്നുവല്ലോ, സാരല്ലല്ലോ, കുഴപ്പമില്ലല്ലോ എന്ന്. വഹുവ ഇൻദല്ലാഹി അളീം, അത് അല്ലാഹുവിന്റെ അരികത്ത് വളരെ ഗൗരവമുള്ളതാണ്. എത്രയോ ന്യൂസ് ആർട്ടിക്കിളുകൾ മനുഷ്യൻ സെൻസർ ചെയ്യേണ്ടി വരും. പത്രങ്ങൾ, ആര് നടത്തുന്ന പത്രങ്ങളാണെങ്കിൽ പോലും പത്രങ്ങളിലെ ചില ന്യൂസുകൾ മുസ്ലിമായ ഒരു മനുഷ്യന്റെ കാഴ്ചപ്പാടിൽ നോക്കിയാൽ നമുക്ക് വായിക്കാൻ പറ്റാത്തത് കാണും, അതിൽ നോക്കാൻ പറ്റാത്തത്. ന്യൂസുകൾ അങ്ങനെയാണ്. ഇത്തലഖൗനഹു ബിഅൽസിനതികും, നിങ്ങൾ ചില വാർത്തകൾ നാവുകൊണ്ട് ഏറ്റെടുക്കുന്നുണ്ടല്ലോ. വതഖൂലൂന ബിഅഫ്വാഹികും മാ ലൈസ ലകും ബിഹി ഇൽമ. ഇൽമ എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ വിഷയത്തിന്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയുക. ആ അറിയാത്ത അവസ്ഥയിൽ നിങ്ങൾ ഏറ്റുപറയുന്നത്. വതഹ്സബൂനഹു ഹയ്യിനാ, ഇത് നിസ്സാരമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ. വഹുവ ഇൻദല്ലാഹി അളീം, ഇത് അല്ലാഹുവിന്റെ അടുത്ത് ഭയാനകമാണ്. മുത്തുനബിയുടെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ ബിൻതു സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുമാ, നബിയുടെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് മക്കയിലെ കുഫാർ, മദീനയിലെ മുനാഫിഖീങ്ങൾ അപരാധം പറഞ്ഞുണ്ടാക്കിയ വിഷയത്തിലാണ് വിശുദ്ധമായ ഖുർആനിൽ ഈ ആയത്തുകൾ അവതരിച്ചത്. സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹു നബിതങ്ങളുടെ യാത്രാസംഘം കടന്നു പോകുമ്പോ അവരൊക്കെ പോയി കഴിഞ്ഞ് ഏറ്റവും പിറകിൽ കടന്നു വരുന്ന സ്വഹാബിയാണ്. യാത്രാസംഘത്തിൽ നിന്ന് എന്തെങ്കിലും താഴെ വീണുപോയിട്ടുണ്ടോ, ആർക്കെങ്കിലും വല്ല സഹായവും ആവശ്യമുണ്ടോ, ആർക്കെങ്കിലും വല്ല സഹായവും നൽകേണ്ടതുണ്ടോ എന്ന് നോക്കി നടക്കുന്ന ഡ്യൂട്ടിയാണ് സൈന്യത്തിന്റെ പിന്നാലെ വളരെ വൈകി വരുന്ന സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹുവിന്. ആ വരവിലായിരുന്നു അന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ മഹദിയുടെ മാല നഷ്ടപ്പെട്ടു പോയപ്പോ, മഹദി എവിടെയാണോ മറയിരിക്കാൻ വേണ്ടി പോയത് രാത്രി സമയത്ത്, അങ്ങോട്ട് തന്നെ തിരിച്ചു നടന്നുപോയ നേരം അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒട്ടകം അവിടെയുണ്ട്, സ്വഹാബത്തിന്റെ ഒട്ടകങ്ങൾ അവിടെയുണ്ട്, നബിയുടെയും സ്വഹാബത്തിന്റെയും നബിതങ്ങളുടെ ഭാര്യയുടെയും ഒട്ടകങ്ങൾ അവിടെയുണ്ട്. നബിതങ്ങളുടെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒട്ടകക്കട്ടിൽ ഒട്ടകത്തിന്റെ പുറത്തേക്ക് എടുത്തു വെക്കുന്ന സ്വഹാബി ആയിഷ റളിയല്ലാഹു അൻഹ ശരീരം മെലിഞ്ഞവരായിരുന്നുവല്ലോ, കനമില്ലായിരുന്നു. ഒട്ടകക്കട്ടിലിന് ഭാരമുണ്ട്. ബീവി റളിയല്ലാഹു അൻഹ അതിന്റെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് വിചാരിച്ച് സമയം വൈകി ആളുകൾ യാത്ര പുറപ്പെടാനിരിക്കുമ്പോൾ ആ ഒട്ടകക്കട്ടിൽ ഒട്ടകത്തിന്റെ മേലേക്ക് പൊക്കിവെച്ചു. നമ്മൾ മനസ്സിലാക്കണം, അതിന്റെ ഉള്ളിൽ കിടക്കുന്ന ബീവിയോട് ഒരു സലാമോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോടൊരു കുശലാന്വേഷണമോ സുഖം തന്നെ അല്ലേ എന്നൊരു ചോദ്യമോ സ്വഹാബികൾ ചോദിക്കൂല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ ബീവി അതിന്റെ ഉള്ളിൽ ഇല്ല എന്നവർക്ക് അറിയുമായിരുന്നു. ഒട്ടകക്കട്ടിൽ കയറ്റിവെച്ചു, ബീവി അതിന്റെ അകത്തില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നഷ്ടപ്പെട്ടു പോയ മാല അന്വേഷിച്ചു പോയതാണ്. മാലയും കയ്യിൽ കിട്ടി തിരിച്ചു വന്നു നോക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂലും സ്വഹാബികളും യാത്ര പുറപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. ഒരു യുദ്ധം തിരിച്ചു വരുന്ന യാത്രയാണത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ സുബ്ഹാനല്ലാഹ്, പടച്ചവനെ എന്താണ് സംഭവിച്ചത് റബ്ബേ, ഈ രാത്രിയിൽ ഇരുട്ടിൽ ഞാൻ ഒറ്റയ്ക്ക് മരുഭൂമിയിലായി പോയല്ലോ. സുബ്ഹിയാകുന്നതുവരെ തല കാച്ചവിടെ കിടന്ന് ദിക്ർ ചൊല്ലിക്കിടന്നു ആയിഷ റളിയല്ലാഹു അൻഹ. ഹസ്ബിയല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ.
ബീവി റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, ഞാൻ അതാണ് ചൊല്ലിക്കൊണ്ടിരുന്നത്, ഹിസ്ബിയല്ലാഹ്, എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ അല്ലാഹു മതിയല്ലോ, വനിഅമൽ വകീൽ, ഭരമേൽപ്പിക്കപ്പെടാൻ ഏറ്റവും നല്ലവൻ അല്ലാഹു അല്ലാതെ മറ്റാരാണ്, നിഅമൽ മൗലാ വനിഅമൻ നസീർ, എത്ര നല്ല ഉടമസ്ഥനാണ് അല്ലാഹു, എത്ര നല്ല സഹായിയാണ് അല്ലാഹു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹു കടന്നു വരുന്നത്. ആയിഷ ബീവിയുടെ ഇരുത്തം കണ്ടു. ഹിജാബിന്റെ നിയമം വരുന്നതിന് മുമ്പ് ആയിഷ ബീവിയെ കണ്ട് പരിചയമുണ്ട്. മഹാനായ സഫ്വാൻ ഇബ്നു മുഅത്തിൽ എന്ന വളരെ ചാരിത്രശുദ്ധിയുണ്ടായിരുന്ന സ്വഹാബിക്ക് ആയിഷ ബീവിയെ കണ്ടപ്പോൾ അവർ പറഞ്ഞു പോയ വാക്ക് സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ് അത്രേ പറഞ്ഞുള്ളൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് നിൽക്കുകയാണോ എന്ന ആ ഒരു ബേജാറിൽ സുബ്ഹാനല്ലാഹ് ഇത് പറഞ്ഞപ്പോഴാണ് ബീവി റളിയല്ലാഹു അൻഹ ആ ഒരു മയക്കത്തിൽ കിടന്ന ആ ഒരു ഉറക്കത്തിൽ ഞെട്ടുണരുന്നത്. നോക്കുമ്പോൾ സഫ്വാൻ എന്നവരെ താഴെ ഇറങ്ങി ബീവിയോട് പറഞ്ഞു, നിങ്ങൾ മേലെ കയറിക്കോളൂ. ആയിഷ റളിയല്ലാഹു അൻഹ ഒട്ടകത്തിന്റെ മുകളിൽ, സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹു താഴെ ഇറങ്ങി ഒട്ടകത്തിന്റെ കയറും പിടിച്ച് മദീനയിലേക്ക് ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് ആരംഭ റസൂലിന്റെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ നബിയെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാര്യയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. നബിക്ക് ഇങ്ങോട്ടും അങ്ങനെയാണ്. ആ പ്രിയപ്പെട്ട ഭാര്യ മരുഭൂമിയിൽ ഒറ്റക്കായിരുന്ന നേരത്ത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിമാരിൽ ആരെയാണോ നബി തങ്ങൾ നഷ്ടപ്പെട്ടവരെ സഹായിക്കാൻ ഏൽപ്പിച്ചത്, ആ സ്വഹാബിയുടെ കൂടെ സ്വഹാബി താഴെ കയറി പിടിച്ച് ആയിഷ ബീവി ഒട്ടകത്തിന്റെ പുറത്ത്. ആ ഒരു കാഴ്ച കണ്ടപ്പോഴാണ് മദീനയിലെ കപട വിശ്വാസികൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്തത് പറഞ്ഞു പോയത്. സഫ്വാൻ റളിയല്ലാഹു അൻഹുവിനെയും ചേർത്ത് വെച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യയെയും പറഞ്ഞ് എന്തെല്ലാം അപരാധങ്ങൾ ഉബയ്യ് ഇബ്നു സലൂൽ എന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ എന്ന ദുഷ്ടനായ മനുഷ്യൻ എന്തൊക്കെയോ ന്യൂസുകൾ പറഞ്ഞു വിട്ടു. അതൊക്കെ കൈമാറ്റം ചെയ്യപ്പെട്ടു. ചെവിയിൽ നിന്ന് ചെവിയിലേക്ക്, നാവിൽ നിന്ന് ചെവിയിലേക്ക്, അങ്ങനെ അങ്ങ് മദീനയിൽ ഒന്നാകെ ന്യൂസ് പരക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ നിരപരാധിയായിരിക്കെ സഫ്വാൻ ഇബ്നു മുഅത്തിൽ റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് എന്നൊരു വാക്കല്ലാതെ ഒരു കുശലാന്വേഷണം പോലും നടത്താതെ ആയിഷ ബീവിയെ കൊണ്ടുവന്നെത്തും. മഹാനായ സ്വഹാബിയെ വെച്ച് മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവിയെ സംബന്ധിച്ച് അപരാധം പറഞ്ഞപ്പോഴാണ് അല്ലാഹു പരിശുദ്ധമായ സൂറത്തുൻ നൂറിൽ ആയത്തുകൾ ഇറക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം لولا إن سمعتموه ظن المؤمنون والمؤمنات لولا إن سمعتموه ظن المؤمنون والمؤمنات بأنفسهم خيرا وقالوا هذا إفك مبين. സത്യവിശ്വാസികളായവരുടെ ചെവിയിലേക്ക് കേൾക്കാൻ പാടില്ലാത്തത് കേൾക്കുന്ന സമയത്ത് ഈമാനുള്ള ആണും പെണ്ണും പറയേണ്ടിയിരുന്നത് ഹാദാ ഇഫ്കും മുബീൻ, ഇത് പച്ചക്കള്ളമാണ് എന്നാണല്ലോ പറയേണ്ടിയിരുന്നത്. അത് മാത്രമല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ നബിയല്ലേ, ത്വയ്യിബല്ലേ, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവരല്ലേ, ഏറ്റവും വലിയ പാപശുദ്ധിയുള്ളവരല്ലേ. അങ്ങനത്തെ ഒരു നബിക്ക് ദുർനടപ്പുകാരിയായ ഒരു പെണ്ണിനെ അല്ലാഹു ഭാര്യയാക്കി നൽകുകയില്ലെന്നും ചിന്തിക്കേണ്ടവരായിരുന്നില്ലേ സത്യവിശ്വാസികളും സത്യവിശ്വാസിനികളും? എന്നിട്ടെന്തേ അവരങ്ങനെ പറയാതെ പോയത്? ലൗലാ ജാഉ അലൈഹി ബിഅർബഅതി ശുഹദാ, വ്യഭിചാര ആരോപണമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. 4 സാക്ഷികളെ വിസ്തരിക്കണം. എന്തേ സാക്ഷികളെ വിസ്തരിക്കാതിരുന്നത്? فإذ لم يأتوا بالشهداء فأولئك عند الله هم الكاذبون.
4 സാക്ഷികളെ വ്യഭിചാരത്തിന് സാക്ഷിയായി വിസ്തരിച്ചില്ലെങ്കിൽ ആ വിസ്താരം ചെയ്യാതെ ആരൊക്കെയാണോ ആരോപിക്കുന്നത് അവർ നുണ പറയുന്നവരാണ് എന്ന് വിശുദ്ധ ഖുർആൻ. വലൗലാ ഇദ് സമിഅ്തുമൂഹ്, അല്ലാഹു തുടരുകയാണ്, അത് കേട്ട സമയം ഖുൽതും, നിങ്ങൾ പറയേണ്ടിയിരുന്നത് മാ യകൂനു ലനാ അൻ നതകല്ലമ ബിഹാദാ, നമുക്കിത് പറയാൻ പാടില്ലല്ലോ എന്നായിരുന്നു. നിങ്ങൾ പറയേണ്ടിയിരുന്നത് നമുക്കിത് പറയാൻ പാടില്ലല്ലോ. സുബ്ഹാനക ഹാദാ ബുഹ്താനുൻ അദീം, അല്ലാഹുവേ നീ പരിശുദ്ധനാണല്ലോ, ഇത് പച്ചക്കള്ളമാണ് എന്ന് അതല്ലേ നിങ്ങൾ പറയേണ്ടിയിരുന്നത്. എന്തുകൊണ്ട് നിങ്ങൾ ഏറ്റു പറഞ്ഞു? അതുകൊണ്ട് നബിയേ, യഅ്ലുകുമുല്ലാഹു അൻ തഊദൂ ലിമിസ്ലിഹി അബദാ, ഇനി ഖിയാമത്ത് നാൾ വരെ ഒരാണിനെ കുറിച്ചോ ഒരു പെണ്ണിനെ കുറിച്ചോ ഒരു വ്യഭിചാര ആരോപണം 4 സാക്ഷികൾ വിസ്തരിക്കാതെ ഒരാളും പറഞ്ഞു പോവരുത്. അള്ളാഹു നിങ്ങൾക്ക് വാങ്ങ് പറഞ്ഞു തരികയാണ്, അള്ളാഹു നിങ്ങളെ ഉപദേശിക്കുകയാണ്. ഇതുപോലെ ഒരു സംഭവം ഇനി ഒരിക്കലും ഉണ്ടാവാൻ പാടുള്ളതല്ല. നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ കേൾക്കുന്നതും ആരെങ്കിലും പറഞ്ഞു പരത്തുന്നതും നാവുകൊണ്ട് ഏറ്റുപറയാൻ പാടില്ലാത്തതായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ ഏറ്റുപറഞ്ഞു? അത് ചെയ്തു പോവരുത്. അതുകൊണ്ട് നബിയെ, അങ്ങയുടെ പ്രിയപ്പെട്ട ഭാര്യയെ ആയിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹയെ കുറിച്ച് മുനാഫിഖീങ്ങൾ പറഞ്ഞു പരത്തിയത് സ്വഹാബികളിൽ ആരൊക്കെയാണോ ഏറ്റു പറഞ്ഞത് അവര് മുഴുവനും 80 ജൽദ, 80 വീതം അടിക്കപ്പെടണം. ഹദ്ദുൽ ഖദ്ഫ്, വ്യഭിചാര ആരോപണത്തിന്റെ ശിക്ഷ. അങ്ങനെ ശിക്ഷ നടപ്പാക്കപ്പെട്ടവരിലുണ്ട്. നബി തങ്ങളുടെ ഭാര്യയായിരുന്ന സൈനബ് റളിയല്ലാഹു അൻഹയുടെ സഹോദരി ഹംന ബിൻത് ജഹ്ശ് റളിയല്ലാഹു അൻഹ. അങ്ങനെ വാക്കുകൾ നാവുകൊണ്ട് ഏറ്റുപാടിയവരുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളിൽ നബിക്ക് വേണ്ടി പാട്ടുപാടുമായിരുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു, വേറെയും ആളുകൾ 80 വീതം മടിക്കപ്പെട്ടുവെന്നാണ് തഫ്സീറുകൾ കാണുക. എന്തിന്? ഏറ്റുപറഞ്ഞു ഉണ്ടാകാമോ ഇല്ലയോ എന്ന് സംശയരൂപേണ പറഞ്ഞാൽ പോലും അവർ ആരോപണം ഉന്നയിച്ചവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സമൂഹത്തിന് അച്ചടക്കം പഠിപ്പിക്കുകയാണ്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിഷ, إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. ഇനി ഒരു കാര്യമാണ് അല്ലാഹു പറയുന്നത്, നാവ് കൊണ്ട് പറയപ്പെടാൻ കാരണമാവുന്നത് ആരൊക്കെയാണോ എഴുതിവിടുന്നത്, ആരൊക്കെയാണോ പറഞ്ഞുണ്ടാക്കുന്നത്, ആരൊക്കെയാണോ ഇത് വീഡിയോ ഉണ്ടാക്കുന്നത്, ആരൊക്കെയാണോ ഇത്തരം വിഷയങ്ങൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നത്, ഒരു മനുഷ്യന്റെ ന്യൂനത, ഒരാളുടെ കുഴപ്പം, ഒരാളെ അപമാനിക്കുന്നത്, ഒരാളെ നിസ്സാരപ്പെടുത്തുന്നത്, ഒരാളെ പരിഹസിക്കുന്നത്, അല്ലെങ്കിൽ വ്യഭിചാരത്തിന്റെ ഒരു കഥ, മദ്യപാനത്തിന്റെ ഒരു അനുഭവം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാപങ്ങൾ ചെയ്തത് ഒരാളെക്കുറിച്ചോ ഒരാണിനെക്കുറിച്ചോ പെണ്ണിനെക്കുറിച്ചോ നിങ്ങൾ അറിയുന്നത് നിങ്ങൾ പോസ്റ്റ് ചെയ്യുകയും അപ്ലോഡ് ചെയ്യുകയും ചെയ്താൽ, ഇന്നല്ലദീന, കൃത്യമായി മനസ്സിലാക്കണം മുഅ്മിനീങ്ങളെ, ഒരുപാട് അമലുകൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് അമലുകൾ കിട്ടാൻ സാധ്യതയുള്ള ഒരു വലിയ മീഡിയയാണത്. ചെറിയൊരു ഒരൊറ്റ ക്ലിക്ക് കൊണ്ട്, ഒരൊറ്റ ബട്ടൺ അമർത്തുന്നതിലൂടെ ആയിരക്കണക്കിന് ആളുകൾക്ക് ദഅവത്ത് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന അതേ സംവിധാനത്തിൽ തന്നെ ഒരാൾക്കൊരു ലിങ്ക് അയച്ചു കൊടുക്കുന്നത്, ഒരാൾക്കൊരു വഅദ് അയച്ചു കൊടുക്കുന്നത്, ഒരാൾക്കൊരു നസീഹത്ത് കൊടുക്കുന്നത്, ഒരു ദിക്ർ അയച്ചു കൊടുക്കുന്നത്, ഒരു ഖുർആൻ ഓതി കൊടുക്കുന്നത്, ഖുർആനിന്റെ ഒരു പേജ് അയച്ചു കൊടുക്കുന്നത്, ഇതിനൊക്കെ ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് പ്രതിഫലം ആരെല്ലാം ആ നന്മ കൈമാറി 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 പോകുന്നുണ്ടോ അതിനൊക്കെ എമ്പാടും പ്രതിഫലം കിട്ടുന്ന അതേ മീഡിയ തന്നെ ദുരുപയോഗം ചെയ്താലോ? بسم الله الرحمن الرحيم إن الذين يحبون أن
تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة. ആരൊക്കെയാണോ സത്യവിശ്വാസികൾക്കിടയിൽ മോശപ്പെട്ടത് പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവരെ, മോശപ്പെട്ടത് പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവരെ, പ്രചരിപ്പിക്കുന്നവരെന്നാണോ? ഇഷ്ടപ്പെടുന്നവർക്ക് തന്നെ ഇതാണ് ശിക്ഷ. പിന്നെ പ്രചരിപ്പിക്കുന്നവരുടെ കഥ എന്താണ്? ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിശതു ഫില്ലദീന ആമനൂ. സത്യവിശ്വാസികളായ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമിടയിൽ മോശപ്പെട്ടത് പ്രചരിപ്പിക്കുന്ന ആളുകൾ. മുൻകാലങ്ങളിൽ നമ്മുടെ കാസറ്റ് കടക്കാർക്ക് ഇങ്ങനെ ഏർപ്പാടുകൾ ഉണ്ടായിരുന്നു. പെണ്ണുങ്ങൾ ഏതെങ്കിലും അവർക്ക് കാണണമെന്ന് ആഗ്രഹിക്കുന്ന വല്ല വീഡിയോയും വേണമെന്ന് ആവശ്യപ്പെട്ടാൽ അതിന്റെ ഇടയിലൂടെ മോശപ്പെട്ട വ്യഭിചാരത്തിന്റെ വീഡിയോകൾ, സീഡുകൾ കൊടുത്തയക്കുന്നത്. അത് പിന്നെ പെണ്ണുങ്ങൾ തിരിച്ചു കൊടുക്കുമ്പോ പറ്റിപ്പോയി, തെറ്റുപറ്റിപ്പോയി എന്ന് പറയുന്ന വീഡിയോ കച്ചവടക്കാരൻ തെറ്റ് പ്രചരിപ്പിക്കുന്നത്, മനഃപൂർവ്വം തിന്മ കാണിച്ചു കൊടുക്കുന്നത്, കുട്ടികൾക്ക് ഹറാമിന്റെ വീഡിയോ കാണിച്ചു കൊടുക്കുന്നത്, വ്യഭിചാരത്തിന്റെ ചിത്രങ്ങൾ കാണിച്ചു കൊടുക്കുന്നത്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത്. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ ഫാഹിശ, അല്ലാഹു ഹറാമാക്കിയത് സത്യവിശ്വാസികൾക്കിടയിൽ പ്രചരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നവരെ എന്താണ് അല്ലാഹു ചെയ്യാൻ പോകുന്നത്? ലഹും അദാബുൻ അലീമുൻ ഫിദ്ദുനിയാ വൽ ആഖിറ. ഈ ലോകത്തും നാളെ പരലോകത്തും ഏറ്റവും വേദനയുള്ള ശിക്ഷ അല്ലാഹു നൽകുന്നതാണ്. വേദനയുള്ള ശിക്ഷ അവർക്ക് വന്നാൽ മനസ്സിലാക്കിക്കോ, ഞാൻ ചെയ്ത തിന്മ കൊണ്ടാണ് ഈ സംഭവിച്ചത് എന്ന്. ഫിദ്ദുനിയാ വൽ ആഖിറ, ഈ ലോകത്തും പരലോകത്തും. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അല്ലാഹുവിനറിയാം, നിങ്ങൾക്കൊരു പക്ഷേ അറിയാൻ പറ്റില്ല. എന്തോ ഒരു അത്ഭുതമുള്ള ആയത്താണിത്. ഒരു റൂമിന്റെ ഉള്ളിൽ നിന്ന് ഒരു മനുഷ്യന് തന്റെ വീഡിയോ റെക്കോർഡർ ഓൺ ചെയ്താൽ, ഒരു റൂമിന്റെ ഉള്ളിൽ നിന്ന് ആരുമറിയാതെ ഒരു പിടുത്തവും കിട്ടാതെ യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാക്കി, അല്ലെങ്കിൽ ID ഉണ്ടാക്കി, അതിന്റെ നമ്പറോ പേരോ, ഏത് നാട്ടുകാരനാണ്, ഏത് ജാതിയാണ്, ഏത് പ്രസ്ഥാനക്കാരനാണ്, ഒന്നും തിരിയാത്ത രീതിയിൽ തീർത്തും അനോണിമസ് ആയിട്ടുള്ള ഐഡികൾ ഉണ്ടാക്കി നിങ്ങൾ എന്ത് പോസ്റ്റ് ചെയ്താലും വല്ലാഹു യഅലം, അല്ലാഹു അറിയുന്നുണ്ട്, അല്ലാഹു അറിയുന്നുണ്ട് ആരാണിതൊക്കെ ചെയ്തുവിടുന്നത് എന്ന്. വഅൻതും ലാ തഅലമൂൻ, നിങ്ങൾക്കറിയാൻ പറ്റില്ല എന്നവരും നിങ്ങൾ അറിഞ്ഞില്ല എന്നവരും ആരാണിതൊക്കെ ചെയ്തത് എന്ന് അല്ലാഹുവിനറിയാം. അവൻ ഏത് നാട്ടുകാരനാണെന്ന് അല്ലാഹുവിനറിയാം. അവൻ ഏത് റൂമിൽ നിന്നാണ് അപ്ലോഡ് ചെയ്തതെന്ന് അല്ലാഹുവിനറിയാം. ഈ സമൂഹത്തിന്റെ ഉള്ളിൽ മോശപ്പെട്ടത് പ്രചരിപ്പിക്കുന്നവരാരൊക്കെയാണെന്ന് അവരുടെ ഐഡികൾ കണ്ടാൽ നിങ്ങൾക്കറിയില്ല, പക്ഷേ അല്ലാഹുവിനറിയാം. 21-ാം നൂറ്റാണ്ടിൽ ഈ ആയത്ത് നമ്മൾ ഓടി നോക്കുമ്പോൾ എത്ര പ്രസക്തമാണ്. ആളറിയാതിരിക്കാൻ നമ്മൾ ചെയ്യുന്ന തരികട ഏർപ്പാടുകളൊക്കെ അല്ലാഹുവിന്റെ മുമ്പിൽ വെളിച്ചത്തിലാകുമെന്ന് അല്ലാഹു തീർത്ത് പറഞ്ഞൊരു ഭാഗം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന യുഹിബ്ബൂന അൻ തശീഅൽ الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. അതുകൊണ്ട് സത്യവിശ്വാസികളെ അല്ലാഹു നൽകിയ വലിയൊരു അനുഗ്രഹം ദുരുപയോഗം ചെയ്യരുത്. അങ്ങനെ ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ ലഹും അദാബുൻ അലീം, അല്ലാഹു തരുന്ന ശിക്ഷ താങ്ങാൻ കഴിയില്ല. വേദനാജനകമായ ശിക്ഷയാണ് ഫിദ്ദുനിയാ വൽ ആഖിറ, ഇവിടെയും ആഖിറത്തിലും. മാതാപിതാക്കളെ ബുദ്ധിമുട്ടാക്കിയതിന് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ പോലെ ഇവിടെയും കിട്ടും, പരലോകത്തും കിട്ടും. ആർക്കായത് കിട്ടുന്നത്? മോശപ്പെട്ടത് സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നവർക്ക്, മോശപ്പെട്ട കാര്യങ്ങൾ ഉമ്മത്തിനിടയിലേക്ക് കൊടുക്കുന്നവർക്ക്, പരസ്പരം ഗീബത്തും നമീമത്തും പറയാൻ അവസരമുണ്ടാക്കി കൊടുക്കുന്നവർക്ക്, ഒരു മനുഷ്യന്റെ സ്വകാര്യ ജീവിതത്തിലേക്ക് എത്തി നോക്കി ആ മനുഷ്യനെ അപമാനിക്കാൻ ശ്രമിക്കുന്നവർക്ക്, വ്യഭിചാര ആരോപണങ്ങളിലേക്ക് ചൂണ്ടുന്ന റിപ്പോർട്ടുകൾ കൊടുക്കുന്നവർക്ക്,
ഒരു മനുഷ്യന്റെ അഭിമാനം മിടിച്ചു തകർക്കുന്ന രീതിയിൽ സംസാരിക്കുന്നവർക്ക് ഇന്നല്ലദീന യുഹിബ്ബൂൻ, അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നത് മയ്യതകഫലു ബിമാ ബൈന ലഹീഹി വറജ്ലിഹി അതകഫലു ലഹുൽ ജന്ന. നിങ്ങളിൽ ആരാണോ അവനവന്റെ നാവും അവനവന്റെ ഗുഹ്യസ്ഥാനവും ലിംഗവും അവനവന്റെ നാവും ഹറാമിലേക്ക് കൊണ്ടുപോകില്ല എന്ന് ആരെനിക്ക് വാക്ക് തന്നോ അവന് ഞാൻ സ്വർഗം കൊണ്ട് ഉറപ്പ് കൊടുക്കുന്നുവെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാവ് കൊണ്ട് നല്ലതേ പറയൂ എന്നും നാവ് കൊണ്ട് ഹറാമ് പറയില്ല എന്നും നാവ് കൊണ്ട് മറ്റുള്ളവരെ സംബന്ധിച്ച് ഗീബത്തും നമീമത്തും പറയില്ല എന്നും നിന്റെ ഗുഹ്യസ്ഥാനം കൊണ്ട് വ്യഭിചാരമോ അല്ലാഹു ഹറാമാക്കിയ ഒരു തിന്മയോ ചെയ്യുകയില്ലെന്ന് അല്ലാഹുവിന്റെ മുന്നത്ത് ഉറപ്പ് കൊടുത്താൽ അവർക്ക് സ്വർഗം കൊണ്ട് ഉറപ്പ് നിന്നിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചോദിക്കുമായിരുന്നു, നബിയേ അവനുഹാസബു അലാ മാ നഖൂലു യാ റസൂലല്ലാഹ്, നബിയേ ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നാളെ വിചാരണയുണ്ടോ? നാളെ പറയുന്ന വിഷയം ഞങ്ങൾ പറയുന്നതിന് വിചാരണയുണ്ടോ? ഞങ്ങൾ ചെയ്യാതിരുന്നാൽ ഉണ്ട്. അബൂ ഹുറൈറ, നിങ്ങൾ എന്താണ് മനസ്സിലാക്കുന്നത്? അഫയകുദ്ദുന്നാസ അലാ വുജൂഹിഹിം ഔ ഖാല അലാ മനാഖിരിഹിം ഇല്ലാ ഹസായിദു അൽസിനതിഹിം. മനുഷ്യൻ നാവ് കൊണ്ട് ചെയ്തു കൂട്ടുന്ന, നാവ് കൊണ്ട് പറഞ്ഞുണ്ടാക്കിയത് കൊണ്ടല്ലാതെ ജനങ്ങൾ മുഖമാലോ അല്ലെങ്കിൽ അവരുടെ തലയാലോ നരകത്തിലേക്ക് വലിച്ചേർക്കപ്പെടുന്നുണ്ടോ? അബൂ ഹുറൈറ, ജനങ്ങൾ നരകത്തിലേക്ക് വലിച്ചുകൊണ്ടുവരപ്പെടുന്നത്, ജനങ്ങളെ അല്ലാഹുവിന്റെ മലക്കുകൾ വലിച്ചുകൊണ്ടുവരുന്നത് നാവ് കൊണ്ട് പറഞ്ഞതുകൊണ്ടാണ്, നാവ് കൊണ്ട് ചെയ്ത തെറ്റുകൾക്കാണ്. അബൂ ഹുറൈറ, ജനങ്ങളിൽ അധിക പേരും നരകത്തിൽ പോകുന്നത് നാവിലൂടെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്മിനീങ്ങളെ സ്വന്തം ശരീരത്തോടും നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്. അംസിക അലൈക ലിസാനക. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളോട് സതുപദേശം തേടി വന്നവരോട് അവിടുന്ന് പറയുമായിരുന്നു, അംസിക അലൈക ലിസാനക, നാവ് സൂക്ഷിച്ചേക്കണം. വാപ്പയോട് ഉമ്മയോട് സംസാരിക്കുമ്പോ, കൂട്ടുകാരനോട് സംസാരിക്കുമ്പോ, ഒരു പെണ്ണവളുടെ കൂട്ടുകാരിയോട് സംസാരിക്കുമ്പോ, ഒരു വീട്ടിൽ താമസിക്കുന്ന ജ്യേഷ്ഠത്തിയനിയത്തിമാർ, ജ്യേഷ്ഠന്റെയും അനിയന്റെയും ഭാര്യമാർ, അവരുടെ അമ്മായിമ്മയെക്കുറിച്ച്, അമ്മായിമ്മ മരുമക്കളെക്കുറിച്ച്, മരുമക്കൾ അവരുടെ പുതിയാപ്പിളമാരെക്കുറിച്ച്, ഇങ്ങനെ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പറയുന്ന ഈ വാക്കുകളാണ് നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി സൂക്ഷിച്ചോളൂ. നിങ്ങൾ വിചാരിക്കുന്നു ഇതൊക്കെ നിസ്സാരമാണെന്ന്, നിങ്ങൾ വിചാരിക്കുന്നു ഇത് സാരല്ലല്ലോ, ഹയ്യിനൻ, ഇതൊക്കെ നിസ്സാരമല്ലേ, സില്ലി എന്ന് വിചാരിക്കുന്നു. ഇത് അല്ലാഹുവിന്റെ അടുത്ത് വലിയ ഗൗരവമുള്ള വിഷയമാണ്. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. സല്ലു അല നബി മുഹമ്മദ് വആലിഹി. എല്ലാവരും എഴുന്നേറ്റൊരു സ്വലാത്ത് ചൊല്ലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഒന്നുകൂടെ. അല്ലാഹുമ്മ സല്ലി അലാ محمد وعلى آل سيدنا محمد وبارك وسلم عليه. കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞ് റാഹത്തിലിരുന്നോളൂ. സ്റ്റേജും ഉള്ളവരൊന്ന് എഴുന്നേക്കണേ, ഞാൻ പറയാൻ മറന്നുപോയി, ക്ഷമിക്കണം. പിന്നെ ഇവിടെ ഒരു ബക്കറ്റ് ആയിട്ട് വരുന്നുണ്ട്. എന്താണെന്നറിയോ? ഒരു എത്ര 3.5 ലക്ഷം റുപ്യ അല്ലെ? എത്ര റുപ്യ ചെലവായത് പന്തലിന്? പന്തലിന് മാത്രം. ഇതിനിപ്പോ എക്സ്ട്രാ ഉണ്ട്. ഇതിപ്പോ ഏതാ കെട്ടിടം? നമ്മുടെ നമുക്കിതിന് വാടക ഉണ്ടോ? അൽഹംദുലില്ലാഹ്. ഒരു പന്തലുണ്ടാക്കിയിരുന്ന ഒരു 5-8 ആൾക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യത്തില് മഴ വന്നിട്ട് വെള്ളം വന്നിട്ടത് വലിയ നഷ്ടത്തിലായത് പൊളിച്ചു മാറ്റേണ്ടി വന്നു. 3 ലക്ഷം റുപ്യന്റെ ചെലവ് വന്നു അല്ലേ? എത്ര വന്ന് തങ്ങളെ എത്ര വന്നു? 3ന്റെ അടുത്ത് വേണം അതിന്റെ ചെലവ്. അല്ലാഹ്. അപ്പോ ആ പന്തല് നമുക്ക് ഏതായാലും ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ പന്തല് കെട്ടിയവർക്ക് കൊടുക്കണ്ടേ? അപ്പോ ഇൻഷാ അല്ലാഹ്
ബഹുമാന്യരായ മുഅ്മിനീങ്ങൾ, നിങ്ങൾ ഈ ബക്കറ്റിൽ ഇട്ട് കൊടുത്താലേ അത് നമ്മൾ അവസാനം എത്ര കിട്ടിയതെന്ന സംഘാടകര എണ്ണം കൂടെ തന്നാൽ ബാക്കി പിന്നെ നിങ്ങളോട് ചോദിക്കൂല. നിങ്ങൾ ഇതിൽ 5 10 ഇട്ടെടുത്ത് ഒഴിവാക്കി വിട്ടാലേ അവസാനം നമ്മൾ എന്തെങ്കിലും നിങ്ങൾ തരുന്നേ വേണ്ടി വരും. എന്നാലേ നമുക്ക് പരിപാടി വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. കടബാധിതരായി പോകല്ലേ. ഒരു വരുമാനം ഉണ്ടാക്കാനല്ല. എന്ത് ചെയ്യാ, ഈ പരിപാടിക്കൊരു ചെലവുണ്ടല്ലോ, അതെന്ത് ചെയ്യരുത്, ഭാരമാവരുത്. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാവരും 100 റുപ്യ 500 കഴിഞ്ഞുള്ളത് ഇട്ടുകൊടുത്തേക്ക് ഇൻഷാ അല്ലാഹ്. നിങ്ങൾ എല്ലാവരും ഇവിടെ വിളിച്ചു വരുത്തി ചോദിക്കുമ്പോൾ ഒരുപാട് സമയ നഷ്ടമാണ്. നിങ്ങൾക്ക് വരാനും പോകാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങളത് ഏതെങ്കിലും ഉസ്താദ്മാരെ കയ്യിൽ കൊടുക്കാന്നൊക്കെ വിചാരിച്ചിട്ട് കൊടുത്തേക്ക് ഇൻഷാ അല്ലാഹ്. നിങ്ങൾ കൊടുക്കൂലേ? ഒരു മിണ്ടാട്ടല്ലോ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാട്ടെ. ഒന്നും കൂടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നല്ല നിയ്യത്തുകളൊക്കെ ചെയ്തോളി. ശവ്വാൽ മാസത്തിലാണ് ദുആന് ഉത്തരണ്ടാവും ഇൻഷാ അല്ലാഹ്. നിങ്ങളുടെ നല്ല നിയ്യത്ത് വെച്ച് ദുആകൾ എന്ത് ചെയ്യാ കൊടുത്തോളൂ. ആരും ഒഴിവായി പോരുത്. ഒരു 10 റുപ്യ കഴിയണോ അത് കൊടുത്തേക്ക്, 100 500 1000 കഴിയണോ അത് ഇട്ടെടുത്തേക്ക് ഇൻഷാ അല്ലാഹ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. പെണ്ണുങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓര് സഹകരിച്ചാൽ വളരെ നല്ല വിജയമായിരിക്കും. അപ്പൊ എന്ത് ചെയ്യാ, പെണ്ണുങ്ങൾ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഇഷ്ടപ്പെട്ടതിപ്പോ സ്വർണ്ണമായിരിക്കും. അത് പുതിയാപ്പിള്ളാർക്ക് ഇഷ്ടമാണെങ്കിൽ കൊടുത്താൽ മതി കേട്ടോ. നിങ്ങളോട് ഊരി തന്ന് വരി പോയി അടി ഉണ്ടാക്കരുത്. ഇന്നലെ കവർ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ, അതങ്ങ് തിരിച്ചേൽപ്പിക്കുകയും ചെയ്യാം ഇൻഷാ അല്ലാഹ്. എന്തെങ്കിലും നിങ്ങളും നിങ്ങളുടെ പുതിയാപ്പിളയും സന്തോഷപ്പെടുമെന്ന് തോന്നുന്ന ഉറപ്പുള്ള എന്തെങ്കിലും സ്വർണം നിങ്ങൾ കൊടുക്കാൻ പറ്റുമെങ്കിൽ ഇൻഷാ അല്ലാഹ് കൊടുത്തോളൂ. അതിന്റെ കൂലി അല്ലാഹു നിങ്ങൾക്ക് തരും. അല്ലാഹു തരട്ടെ. നിങ്ങളുടെ കുടുംബത്തിലും മക്കളിലും ജീവിതത്തിലും നമ്മുടെ എല്ലാവരുടെയും തൊഴിലുകളിലും കച്ചവടത്തിലും ഒക്കെ അല്ലാഹു ഖൈറും ബറക്കത്തും ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോ പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ ഒരു വിഷയമാണ് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മഹാനായ ബക്കർ ബിൻ അബ്ദുല്ലാഹിൽ മുസനി റളിയല്ലാഹു അൻഹു വലിയ ആരിഫായിരുന്നു. അവരോട് ചോദിച്ചു, ഇന്നക ലതവീലുസ് സുംത്, നിങ്ങൾ വല്ലാതെ മൗനം പാലിക്കുന്ന ആളാണല്ലോ, വല്ലാതെ സംസാരിക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോ ബഹുമാനപ്പെട്ടവർ കൊടുത്ത മറുപടി, ലിസാനി സബ്അൻ, എന്റെ നാവെന്ന് പറയുന്നത് സിംഹമോ കടുവയോ പോലെ ഒരു പിടിമൃഗമാണ്, ഒരു വൈൽഡ് അനിമലാണ്. അതുകൊണ്ട് ഞാനത് അയച്ചുവിട്ടാൽ അഖലനി അത് എന്നെ പിടിച്ചു തിന്നും. അതുകൊണ്ട് ഞാൻ മിണ്ടൂല. പല വിഷയങ്ങൾക്കും നമുക്ക് അങ്ങനെ നിലപാട് സ്വീകരിക്കേണ്ടി വരും. പല ആക്ഷേപങ്ങളോ നമുക്ക് നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ കൂട്ടുകാരിൽ നിന്നോ നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നോ ഒക്കെ ഉണ്ടാകുമ്പോ മൗനം അതിന് ഏറ്റവും വലിയ മറുപടിയാണ്. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു പ്രാസ്ഥാനിക തലത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണെങ്കിൽ ഒരുപാട് ആക്ഷേപങ്ങൾ, ഇതിനൊന്നും നമുക്ക് മറുപടി തരാൻ നേരം ഉണ്ടാവില്ല. മറുപടി പറയാൻ നിൽക്കും വേണ്ട, നമ്മളൊക്കെ നിൽക്കൂല. ഏറ്റവും വലിയ മറുപടി നമ്മുടെ മൗനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നാവ് സൂക്ഷിക്കാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. ബശാർ റഹ്മത്തുള്ളാഹി അലൈഹി, ഉലമാ പറയും റഹിമല്ലാഹു ബശാറൻ, അല്ലാമ ബശാർ റഹ്മത്തുള്ളാഹി അലൈഹി അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ഹീന ഖാൽ, ബഹുമാനപ്പെട്ടവർ പറയുമായിരുന്നു, മുൻദു 30 സന മാ തകല്ലംതു ബികലിമത്തിൻ അഹ്താജു അൻ അഅ്തദിറ അൻഹാ, 30 വർഷമായി ഞാൻ എന്റെ നാവ് കൊണ്ട് പറഞ്ഞ വാക്കുകളിൽ ഒന്നുപോലും മാപ്പ് പറയേണ്ടതായിട്ട്, ഞാൻ ചീത്ത പറഞ്ഞതിൽ ഖേദിക്കുന്നു എന്ന് പറയേണ്ടതായിട്ട്, ഞാൻ പറഞ്ഞതിൽ ഖേദിച്ചു പോകുന്ന ഒരു വാക്കും 30 വർഷത്തിനിടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് അല്ലാമ ബശാർ റഹ്മത്തുള്ളാഹി അലൈഹി. 30 കൊല്ലത്തിനിടയ്ക്ക് നമുക്കങ്ങനെ പറയാൻ പറ്റുമോ? ഒരാളോട് മാപ്പ് ചോദിക്കേണ്ടി വരാത്ത അവസ്ഥയിൽ 30 വർഷം ഒരാളെയും വിഷമിപ്പിക്കാത്തത് പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നവർ മഹാനായ ബശാർ റഹ്മത്തുള്ളാഹി അലൈഹി. ആദ്യമായി സൂക്ഷിക്കേണ്ടത് ഗീബത്ത് നമീമത്തൊക്കെ നമുക്കറിയാം. അതിനെ സംബന്ധിച്ചൊക്കെ വഴി പറയുന്നുണ്ട്. എവിടെയൊക്കെയാണത് ജായിസ്, എവിടെയൊക്കെയാണ് പറ്റാത്തത്, അതിന്റെ മസലകളൊക്കെ പറയാം. ആദ്യം ഒരു മുസ്ലിം സൂക്ഷിക്കേണ്ടത് തർക്കുഹു മാ ലാ യഅനി, അനാവശ്യമായത് പറയാതിരിക്കാൻ. ഞാനിപ്പോ ഇത് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ആദ്യം ചിന്തിക്കുക. ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, മുഅ്മിനായ മനുഷ്യന്റെ നാവ് ഹൃദയത്തിന്റെ ബാക്കിലാണ്.
ഹൃദയം കൊണ്ട് ആലോചിച്ചതിന്റെ ശേഷമേ നാവ് കൊണ്ട് പറയൂ. മുനാഫിഖായ മനുഷ്യന്റെ നാവാണെങ്കിലോ അവന്റെ ഹൃദയത്തിന്റെ മുമ്പിലാണ്. ആദ്യം നാവാ പറയാ, പിന്നെ ആലോചിക്കുക പറഞ്ഞത് തെറ്റാണല്ലോ എന്ന്, അല്ലെങ്കിൽ പറയാൻ പാടില്ലായിരുന്നുവല്ലോ, ഞാൻ ആ ചീത്ത പറഞ്ഞ ശരിയായില്ലല്ലോ. മുനാഫിക്കിന്റെ ലക്ഷണം ഇങ്ങനെയാണ്. എന്നാൽ മുഅ്മിനായ മനുഷ്യൻ ആലോചിച്ചുകൊണ്ടേ പറയൂ എന്ന് മഹാനായ ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു. നമ്മൾ അങ്ങനെയാവുക. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. ഏത് നാട്ടിലുണ്ടാവും നാവിനെ കുറിച്ച് നിങ്ങളുള്ള ആൾക്കാരൊക്കെ? അതൊന്നുമില്ല, ഞാൻ അള്ളാന്റെ ഭൂമിയാവൂല, എല്ലായിടത്തും ഉണ്ടാവും. അതൊക്കെ നമ്മുടെ ഈ സൃഷ്ടിപ്പിന്റെ ഭാഗമാണ്. എല്ലാ നാട്ടിലും ഉസ്താദുമാരുടെ ജോലി ചെയ്യുന്ന സ്ഥലമാണ്. എനിക്കറിയില്ല ആരെപ്പോഴും ഖത്തീബ് ഖാദി എന്ന് എനിക്കറിയില്ല. എന്തായാലും ഒരു ഖത്തീബായിട്ട് ഒരു ഉസ്താദ് ഒരു നാട്ടിൽ ജോലി ചെയ്യുകയാണെങ്കിൽ ആ ഉസ്താദിന് 100% സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടാവും. വേറെ കുറച്ച് ആൾക്കാർ ഉസ്താദ് നേരെയാണെങ്കിൽ ഞങ്ങൾ നേരെയാണ്, ഉസ്താദ് പറഞ്ഞാൽ ഞങ്ങൾ തെറ്റും, അങ്ങനത്തെ ഒരു കൂട്ടർ കുറച്ചുണ്ടാവും. വേറെ ഈ ഉസ്താദ് എന്ത് ചെയ്താലും കുഴപ്പം തന്നെയാണെന്ന് പറയുന്ന ഒരു കൂട്ടർ വേറെ ഉണ്ടാവും. ഇത് എല്ലാ നാട്ടിലും ഉണ്ട്. ഉസ്താദൊക്കെ മതിയാക്കി പേരാമ്പ്രം മതിയാക്കി ഇനി ഉള്ളേരിക്ക് പോകുന്ന വിചാരിക്കുക. അവിടെ ചെന്നാൽ അവിടെ ഉണ്ടാവും ഈ ടീം തന്നെ. ഉള്ളേരിയിൽ നിന്ന് വിട്ടുന്ന കുറ്റ്യാടിക്ക് മാറിയൊക്കെ അവിടെ ചെന്നാൽ അവിടെ ഉണ്ടാവും ഇതേപോലെ. പിന്നെ എന്തിനെ മാറുന്നത്? അവിടെ നിന്നാ പോരെ. നാടിൽ മൊത്തം ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ കുറച്ച് കമ്മിറ്റിക്കാരെല്ലായിടത്തും ഉണ്ടാവുന്ന വല്ലാതെ ചീത്ത പറയുന്നവരുണ്ടാവും, വല്ലാതെ പ്രശംസിക്കുന്നവരുണ്ടാവും, അതിന്റെ മീഡിയം ലെവൽ സ്വീകരിക്കുന്ന ഒരു തരത്തിലുള്ള ആളുകളും കാണും. മനുഷ്യന്മാരങ്ങനെയാണ്. ഇതിന്റെ ഇടയിലൊക്കെ നമുക്ക് ജീവിച്ചു പോകണം. المؤمن الذي يخالط الناس ويصبر على أذاهم أعظم عند الله أجرا من الذي لا يخالط الناس ولا يصبر على أذاهم. ജനങ്ങളിലേക്ക് ഇടപെട്ട് ജീവിക്കുകയും അവരുടെ ഇടയിൽ കഴിഞ്ഞുകൂടുകയും അവരെ പറയുന്നത് ക്ഷമിക്കുകയും ചെയ്ത് ജീവിക്കുന്ന ആളാണ്. ജനങ്ങളുടെ ഇടയിലേക്ക് വരാതെ അവര് പറയുന്ന മോശപ്പെട്ടത് കേട്ട് സഹിക്കാതെ ഒറ്റക്ക് മാറി ജീവിക്കുന്ന ആളിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് ജനങ്ങളുടെ ഇടയിൽ അവര് പറയുന്ന ചീത്തവിളികൾ കേട്ടുകൊണ്ട് സഹിച്ചു നിൽക്കുന്നവനാണ്. അല്ലാഹുവിന്റെ അരികത്തേക്ക് ചെല്ലുമ്പോൾ വലിയ കൂലി അവർക്കാണ്. ഭയങ്കര പ്രതിഫലമായിരിക്കും. കുറച്ച് ശത്രുക്കളൊക്കെ ഉണ്ടാവണം, നല്ലതാണെന്നാണ്. നല്ലതാ. നമ്മൾ ചെയ്തിട്ടൊന്നും നമ്മൾ അമലുണ്ടെന്ന് സ്വർഗത്ത് പോകാൻ പറ്റൂല. വല്ലോനും ഇങ്ങനൊക്കെ വല്ലതും വിളിച്ചു പറഞ്ഞാൽ അതുകൊണ്ടൊക്കെ കിട്ടുന്ന കുറച്ച് നമ്മുടെ അക്കൗണ്ടിലേക്കൊക്കെ വരും. അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പോകാൻ പറ്റും. നമ്മൾ അറിയില്ല പോക്കറ്റ് കാലിയായിപ്പോയത്. നമ്മുടെ അമലൊക്കെ പോയിട്ടുണ്ടാവും മറ്റേ ആൾക്ക്. ആഖിറത്തിൽ ചെന്ന് നോക്കുമ്പോ മനിൽ മുഫ്ലിസ്, ആരാണ് പാപ്പരായ ആളെന്ന് നബി തങ്ങൾ ചോദിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് മുഫ്ലിസ്? ആരാണ് ഏറ്റവും വലിയ ദാരിദ്ര്യമുള്ള ആൾ? ആരാണ് എന്ന് പറയും BPL ആണ്. മല്ലാ ദീനാറ ലഹു വലാ ദിർഹമ. ആളുകൾ പറഞ്ഞു നബിയെ 5 കാശ് കയ്യിലില്ലാത്ത ആളാണല്ലോ. നിങ്ങൾ പറഞ്ഞു അല്ല, നാളെ പരലോകത്തേക്ക് വരും, ഒരുപാട് അമലുമായിട്ട് വരും, ഒരുപാട് നിസ്കാരം, ഒരുപാട് ദിക്ർ, ഒരുപാട് സ്വലാത്ത്, ഒരുപാട് സ്വദഖ, ഒരുപാട് നിസ്കാരം എല്ലാം ഉണ്ട്. വഖദ് ശതമ ഹാദാ വളമ ഹാദാ. ഇവനെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഇവനെ കളിയാക്കിയിട്ടുണ്ട്, ഇവനെ പരിഹസിച്ചിട്ടുണ്ട്, ഇവനെ ആക്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെ വന്നു ആളുകൾ അല്ലാഹുവിനോട് ചോദിക്കും, റബ്ബേ ഇവൻ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, പടച്ചോനെ കൊടുക്ക്, നന്മ കൊടുക്ക്. വേറാളോ നിന്നെ അല്ലാഹുവേ എന്നവൻ ആക്രമിച്ചിട്ടുണ്ട്, കൊടുക്ക്, നിന്റെ നന്മ കൊടുക്ക്. കൊടുത്തു. വേറെ പടച്ചോനെ അവൻ എന്നെ കളിയാക്കിയിട്ടുണ്ട്, പടച്ചോനെ അല്ലാഹു ഇവൻ എന്നെ മോശപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്, കൊടുക്ക് കൊടുക്ക് എന്ന് പറഞ്ഞ അവസാനം ഇവന്റെ കയ്യിൽ കൊടുക്കാൻ നന്മ തീർന്നുപോയി. അങ്ങനെ അല്ലാഹു പറയും, ഇവന്റെ തിന്മ നീ ഏറ്റെടുക്ക്. ആരെപ്പറ്റിയൊക്കെ പറഞ്ഞു ഇവിടൊക്കെ തിന്മ ഇവന്റെ തലയിലേക്ക്. പിന്നെ നരകത്തിലേക്ക് ഇവനെ വലിച്ചെറിയും. ഇവനാണ് പാപ്പരായവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനൊരു അപകടം നാളെ നടക്കാൻ പോകുന്നുണ്ട്. നമ്മളൊന്നും പെടാതിരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മാലിക് ഇബ്നു ദൈഹം റളിയല്ലാഹു അൻഹു വലിയ മഹാനായിരുന്നു. അല്ലാഹുവിന്റെ ആരിഫാണ്. മഹാനായ മുതസവ്വിഫും ആരിഫുമായ റിയാഹുൽ ഖൈസി റളിയല്ലാഹു അൻഹു ഈ
മാലിക് ഇബ്നു ലൈഅമിനെ സംബന്ധിച്ച് അന്വേഷിച്ചു കൊണ്ടുവന്ന് വീട്ടിലേക്ക്. എവിടെയാണ് മാലിക് ഇബ്നു ലൈഅം? വീട്ടിലുണ്ടോ? വീട്ടുകാർ പറഞ്ഞു ഉറങ്ങാണ് എന്ന് പറഞ്ഞു. അപ്പൊ അത് അസ്റിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള സമയമാണ്. ഉറങ്ങൽ കറാഹത്തുള്ള സമയമാണ്. ഒരാൾ തളർന്നിരിക്കാൻ, ക്ഷീണിച്ചിരിക്കാൻ, അസുഖത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്, ആൾക്കുറങ്ങാൻ ഒരു വിരോധമല്ല. വെറുതെ കിടന്നുറങ്ങരുത് എന്നാണ്. ഒരാളങ്ങ് തളർന്ന് ക്ഷീണിച്ചുറങ്ങിപ്പോയി, കുഴപ്പമില്ല. ലാ ലൗമ അലൈഹി. മഹാനായ മാലിക് ഇബ്നു ലൈഅം റളിയല്ലാഹു തആല അൻഹു അപ്പോ അസ്റിന്റെ ശേഷം ഉറക്കത്തിലാണ്. റിയാഹുൽ ഖൈസി തങ്ങൾ ചോദിച്ചു, അനൗമുൻ ബഅദൽ അസ്രി, അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ടും ഉറങ്ങുകയാണോ? ഇത് ഉറങ്ങേണ്ട നേരമാണോ? ഇപ്പോഴാണോ ഉറങ്ങുന്നത്? ഇതും പറഞ്ഞ് റിയാഹുൽ ഖൈസി തങ്ങൾ തിരിച്ചുപോയി. വീട്ടുകാര് പിന്നെ അറിയണത് വലിയൊരു മഹാനാവെന്ന് ചോദിച്ചത് മാലിക് ഇബ്നു ലൈഅം തങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചവർ റിയാഹുൽ ഖൈസി എന്ന മഹാനാണ്. അപ്പൊ പിന്നാലൊരു കുട്ടിയെ പറഞ്ഞേച്ചു, മോനെ അവരോട് പോയിട്ട് പറ, നിങ്ങൾക്ക് വേണമെങ്കിൽ ആളെ ഉണർത്തിത്തരാം, നിങ്ങൾക്ക് സംസാരിക്കാൻ. നമ്മളെ പാണക്കാട് സയ്യിദന്മാരൊക്കെ വല്ലാതെ അവരുടെയൊക്കെ ജീവിതം ശരിക്കും മനസ്സിലാക്കണം. മഹാനായ മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മർഹൂം, അല്ലാഹുവിന്റെ ഖബറും സ്വർഗ്ഗത്തൊപ്പാക്കി കൊടുക്കട്ടെ. മഹാനായ ഉമർ അലി ശിഹാബ് തങ്ങൾ, മഹാനായ ഇപ്പൊ ജീവിച്ചിരിപ്പുള്ള ഹൈദർ അലി ശിഹാബ് തങ്ങൾ, നിരന്തരമായ യാത്രകളാണ് ഇവരൊക്കെ. ആ കുടുംബത്തിലെ മറ്റു സയ്യിദന്മാർ, മുനവർ അലി തങ്ങളാകട്ടെ, ഹമീദ് അലി തങ്ങളാകട്ടെ, അബ്ബാസ് അലി തങ്ങളാകട്ടെ, ഇവരൊക്കെ യാത്രയിലാണ്. രാവിലെ സയ്യിദിനെ കാണാൻ വേണ്ടി ചൊവ്വാഴ്ച മറ്റും വീട്ടിൽ ചെന്നെന്ന് വിചാരിക്കുക, പാണക്കാട് പോയി ഇത് വിചാരിക്കുക. നമ്മൾ വിചാരിക്കും, ഞാൻ ഒന്നാമത്തെ ബസ് കയറി പോന്നതാണല്ലോ റബ്ബെ, പേരാമ്പ്രന് കയറിയിട്ട് എനിക്ക് ആദ്യം കാണണല്ലോ, ഞാനിതാ 6 മണിക്ക് എത്തിയിട്ടുണ്ടല്ലോ. സയ്യിദ് എപ്പോ എത്തിയിട്ടുണ്ടാവുക? സുബൈ കഴിഞ്ഞിട്ടായിരിക്കും വീട്ടിലെത്തിയിട്ടുണ്ടാവുക. നമ്മൾ വിചാരിക്കും എനിക്ക് കാണണ്ടേ, പാതിര വരെ രാത്രി കാണാമെന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന എളുപ്പമുണ്ടാവും. സുബൈക്ക് കാണാൻ വേണ്ടി വന്നവരുണ്ടാവും, ളുഹറിനുണ്ടാവും, അസറക്കുണ്ടാവും. ഇവർക്ക് കുടുംബജീവിതം വേണ്ടേ? അവർക്കൊരു വിശ്രമം വേണ്ടേ? ഒരു ഉറങ്ങാനോ വിശ്രമിക്കാനോ സമയം നമ്മൾ കൊടുക്കാറുണ്ടോ? വലിയ തങ്ങളൊക്കെ മനുഷ്യന്മാര് ബുദ്ധിമുട്ടാക്കി മരണം വരുത്തിയതാന്നൊക്കെ പറയാറുണ്ട്. എന്ന് പറഞ്ഞുകൂടാ, അള്ളാഹുവിന്റെ ഖളാ ആണ്. എന്നാൽ തന്നെയും വിശ്രമമില്ലാതെ അപ്പൊ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചാ വന്നിട്ടുള്ളത്. ആളുകൾ പറഞ്ഞു ഉറങ്ങാണെന്ന് പറഞ്ഞു വീട്ടുകാർ മാലിക് ഇബ്നു ലൈഅം തങ്ങളെ. റിയാഹുൽ ഖൈസി തങ്ങൾ അപ്പൊ പറഞ്ഞു, ഈ നേരത്തെ ഉറങ്ങാണോ? ഇത് ഉറങ്ങേണ്ട സമയമാണോ എന്നും പറഞ്ഞിട്ടൊരു പോക്കാണ്. പോയപ്പോ ഒരു കുട്ടിയെ പറഞ്ഞേച്ചു, യാ അല്ലാഹ്, ഈ ചോദിക്കാൻ വന്നത് റിയാഹുൽ ഖൈസിയാണല്ലോ, വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണർത്തിത്തരാമെന്ന് പറഞ്ഞു നോക്കെന്ന് പറഞ്ഞ് കുട്ടിയെ പറഞ്ഞയച്ചു. കുട്ടി പിന്നാലെ ചെന്നു. നല്ല പക്വതയുള്ള മോനാണ്. കുറെ ചെന്നപ്പോഴേക്കും ശൈഖ് അവറുകൾ ഒരുപാട് ദൂരെത്തിയിട്ടുണ്ട്. ഒരു ഖബർസ്ഥാനിൽ ചെന്ന് നിൽക്കുകയാണ്. എന്നിട്ടിങ്ങനെ പറയുന്നുണ്ട്, യാ റിയാഹ്, നീ എന്താ പറഞ്ഞത്? ഇത് ഉറങ്ങേണ്ട നേരാണോ എന്നോ? നിനക്കെന്തറിയാം ഉറങ്ങേണ്ട നേരാണോ? അയാൾക്ക് ഉറക്കുണ്ടെങ്കിലോ, അദ്ദേഹത്തിന് ക്ഷീണുണ്ടെങ്കിലോ നീ എന്തിനാ ചോദിച്ചത്? ക്ഷീണുള്ള ആൾ ഉറങ്ങിക്കൂടെ? എപ്പോഴെങ്കിലും നിനക്കെന്ത് നഷ്ടം? നീ എന്തിനായി പറഞ്ഞത്? അനാവശ്യമായത് ചോദിച്ചോ? നീ പറയാൻ പാടുണ്ടായിരുന്നു അത്. സ്വന്തം ശരീരത്തോട് ഇങ്ങനെ ചോദിക്കുകയാണ്. ഈ ചെറുപ്പക്കാരെ ബാക്കിൽ നിന്ന് ഇങ്ങനെ കേൾക്കുകയാണിത്. ഒരുപാട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് ബഹുമാനപ്പെട്ടവർ സ്വന്തം ശരീരത്തോട്, എന്തിനാ ഞാൻ ആ വാക്ക് പറഞ്ഞത്? ഇപ്പൊ ഉറങ്ങാണോ എന്ന്? അയാൾ എപ്പോ വേണമെങ്കിൽ ഉറങ്ങിക്കോട്ടെ, അയാളുടെ വീടല്ലേ, അയാളുടെ ശരീരമല്ലേ, അയാളുടെ വിശ്രമമല്ലേ, ഞാൻ എന്തിനായി പറയുന്നത് എന്നിങ്ങനെ പറഞ്ഞ് അവസാനം പറഞ്ഞു, ശരീരമേ, നീ ആ ചോദിച്ചത് അനാവശ്യമായൊരു വാക്കായിരുന്നു. അതിന് പകരം 1 വർഷം മുഴുവനും നിനക്കിനി ഉറക്കമില്ല, ഞാൻ നിന്നെ ഉറങ്ങാൻ വിടൂല. രോഗം വന്നിട്ട് നീ വേണമെങ്കിൽ ഉറങ്ങിക്കോ, പക്ഷേ ഇങ്ങനെ ഒരു അനാവശ്യമായ ചോദ്യം നീ ചോദിച്ചില്ലേ? മാലിക് ഇബ്നു ലൈഅം തങ്ങളെ സംബന്ധിച്ച് 1 കൊല്ലത്തേക്ക് നിനക്ക് ഉറക്കില്ല എന്ന് ശരീരത്തെ ശിക്ഷിച്ച മഹാനാണ് റിയാഹുൽ ഖൈസി റളിയല്ലാഹു അൻഹു. ആ ചെറുപ്പക്കാരൻ കുറെ കഴിഞ്ഞ് തിരിച്ചു വന്നു ചോദിച്ചു, എവിടെ മഹാൻ? പറഞ്ഞു, ആ കഥൊന്നും പറയണ്ട, ഞാൻ പിന്നിൽ നിന്ന് ചെന്നപ്പോഴാ കേൾക്കുന്നത് സ്വന്തം ശരീരത്തെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനാ ഞാൻ ആ ചോദിച്ചത് എന്ന്. പിന്നെ ഞാൻ തിരിച്ചു പോന്നു, അദ്ദേഹം എന്നെ കണ്ടിട്ടില്ല എന്ന് മഹാനായ റിയാഹുൽ ഖൈസിയെ സംബന്ധിച്ച് പറയാം. മാന്യരായ മുഅ്മിനീങ്ങളെ, അനാവശ്യമായ വർത്തമാനങ്ങൾ ഒഴിവാക്കുക, അനാവശ്യമായ ചർച്ചകൾ ഒഴിവാക്കുക. ഇത് ഈമാനിന്റെ ഭാഗമാണ്. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരു മനുഷ്യന്റെ ഇസ്ലാമിന്റെ ഏറ്റവും മനോഹരമായ വശത്തിൽപ്പെട്ടതാണ്, ഏറ്റവും നന്മയേറിയ ഇസ്ലാം തർക്കുഹു മാ ലാ യഅനി, അനാവശ്യമായത് ഒഴിവാക്കലാണ്. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഖംസുൻ അഹബ്ബു ഇലയ്യ മിന അദ്ദുഹുമിൽ മൗഖൂഫ,
5 വിഷയം എനിക്ക് പാർക്ക് ചെയ്തിരിക്കുന്ന കുതിരക്കൂട്ടങ്ങളെക്കാളും എനിക്കിഷ്ടമാണ്, വാഹനങ്ങളെക്കാൾ എനിക്കിഷ്ടമാണ്. 5 വിഷയങ്ങൾ. ഒന്ന് ലാ തതകല്ലം ഫീമാ യഅനീക ഹത്താ തജിദ ലഹു മൗളിആ. ആവശ്യമായ കാര്യം പറയേണ്ടി വന്നാൽ തന്നെയും അതിന്റെ സന്ദർഭം കിട്ടുന്നതുവരെ കാത്തിരിക്കുക. ഒരാൾ സംസാരിക്കാൻ അവസരം തന്നാൽ മാത്രം പറയുക. ഒരാൾ പറയുമ്പോ തിരിച്ച വർത്തമാനം തീരും മുമ്പ് മറുപടി പറയാം. രാഷ്ട്രീയക്കാരുടെ വർത്തമാനമൊക്കെ അങ്ങനെയായിരിക്കും. ചാനലുകളിലൊക്കെ അങ്ങനെ ഒരുത്തം പറഞ്ഞ് തീരുന്നു മുമ്പ് അടുത്തം അറ്റാക്ക് ചെയ്യും. ഒരാൾ പറഞ്ഞു തീരാൻ കാത്തു നിൽക്കില്ല. മ്യൂച്വൽ റെസ്പെക്ട് എന്ന് പറയുന്ന സംഗതിയുണ്ട്. പരസ്പര ബഹുമാനം, പ്രതിപക്ഷ ബഹുമാനം എന്നൊക്കെ പറയില്ലേ, തീരല്ലാത്ത കാലമാണ്. ഹിസ്നുൽ ഇസ്തിമാ മുസ്ലിമിന്റെ സ്വഭാവമാണെന്ന് ഒരാൾ പറയുമ്പോൾ കേൾക്കുക. അതുകൊണ്ടാണ് അല്ലാഹു തആല 2 ചെവിയും 1 നാവും തരാൻ കാരണം. നാവ് ഒന്നേ ഉള്ളൂ, കുറച്ച് പറഞ്ഞാൽ മതി. ചെവി 2 ഉണ്ട്. ഒരുപാട് കേൾക്കേണ്ടവരാണ് നമ്മൾ കുറെ കേൾക്കേണ്ടവരാ. കുറച്ച് പറഞ്ഞാൽ മതി. എന്നാ പിന്നെ വേല നിർത്തല്ലേ, അതീ പെടൂലല്ലേ. ഇത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക്, അതുകൊണ്ട് പറയാണ്. ഇൻഷാ അല്ലാഹ് വലസ്തു ബിഖൈരിക്കും. ഇത് പറയണം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആവശ്യമായത് പറയുന്നത് തന്നെ അതിന്റെ സന്ദർഭം കിട്ടിയാൽ മാത്രം. പിന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു 5 വിഷയങ്ങളിൽ രണ്ടാമത്തേത്, 5 വിഷയങ്ങൾ എനിക്കിഷ്ടമാണ്. മിനദ്ദുഹുമിൽ മൗഖൂഫ, നല്ല വടിവത്ത കുതിരകളെ ലഭിക്കുന്നതിനേക്കാളും. അന്നത്തെ വലിയ മുന്തിയ വാഹനങ്ങളാണ് കുതിരകൾ. ഒരാൾ പറയാൻ എനിക്ക് 5 കാർ, ഒരു ഇന്നോവ കാർ കിട്ടുന്നതിനേക്കാൾ ഇഷ്ടം ഇന്നതാണ് എന്നൊക്കെ ഇന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? ആ രീതിയിലാണ് ഈ പറയുന്നത്. 5 വിഷയങ്ങൾ, ഒരുപാട് കുതിരകൾ എനിക്ക് ലഭിക്കുന്നതിനേക്കാളും ഇഷ്ടമാണ്. 1 ലാ തതകല്ലം ഫീമാ ലാ യഅനീക്, നിനക്ക് ആവശ്യമില്ലാത്തത് പറഞ്ഞു പോവരുത്. 2 ആവശ്യമുള്ളത് പറയുന്നത് തന്നെ സന്ദർഭം കിട്ടുമ്പോൾ മാത്രം, അവസരത്തിലേ പറയാവൂ. 3-ാമത്തേത് ലാ തുമാരി ഹലീമൻ വലാ സഫീഹാ, വിവരമില്ലാത്ത ആളോടും വലിയ ബുദ്ധിമാനിയോടും തർക്കിക്കാൻ നിൽക്കരുത്. നല്ല ബുദ്ധിയുള്ള ആളോട് തർക്കിക്കാൻ പോവണ്ട, അയാൾക്ക് കാര്യം തർക്കിക്കാതെ തന്നെ മനസ്സിലാവും. വലാ സഫീഹൻ, വിഡ്ഢികളോട് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാവാത്ത വിഡ്ഢികളോടും നിങ്ങൾ തർക്കിക്കാൻ പോവണ്ട, അവർക്ക് മനസ്സിലാവൂല. അങ്ങനെയുണ്ടല്ലോ, എത്രയെല്ലാം തെളിവുകൾക്ക് മേൽ തെളിവുകളും കൊടുത്താലും ഇല്ലല്ലല്ല, ഞങ്ങളാള് പറഞ്ഞു തന്നെയാണ് ശരി, അല്ലെങ്കിൽ ഞാൻ പിടിച്ചതിന് 4 കൊമ്പ് എന്നൊക്കെ പറയുന്ന സ്വഭാവം. വിട്ടേക്ക് ഇതാ, ഒഴിവാക്കിക്കളാം. وذكر أخاك إذا غاب عنك بما تحب أن يذكرك به, നിന്റെ കൂട്ടുകാരൻ നിന്റെ കൺമുമ്പിൽ നിന്ന് മറഞ്ഞുപോയാൽ ആ കൂട്ടുകാരൻ നിന്നെപ്പറ്റി എന്ത് പറയണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്, അതാണ് അവനെക്കുറിച്ച് നീ പറയേണ്ടത്. നാളെ ഗൾഫിൽ പോയി നീ വിചാരിക്കുക, കൂടെ ഉണ്ടാകുമ്പോ നമ്മൾ ആളെപ്പറ്റി നല്ലതൊക്കെ പറയും, ആള് പോയി കഴിഞ്ഞാൽ മോശം പറയും. അങ്ങനെയല്ല വേണ്ടത്. ഒരാള് മുമ്പിലുണ്ടെങ്കിലും അല്ലാതെ പുകഴ്ത്തി പറയണ്ട. മുമ്പിലുണ്ടെങ്കിൽ പുകഴ്ത്തി പറയരുത്. അത് നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ പ്രത്യേകിച്ചും മനസ്സിലാക്കേണ്ട വിഷയമാണ്. ദീനി സ്റ്റേജുകളിലും വേദികളിലും അത് അല്പമൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ആളെ നമ്മൾ എന്താ പറയാ, പുളിമ കയറ്റെന്നൊക്കെ പറയില്ലേ, പറഞ്ഞിട്ട് ഇത് അങ്ങനത്തെ ആളാണ് ഇങ്ങനത്തെ ആളാണ്, അവിടെ പോയി ഇവിടെ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, അങ്ങനെ ചെയ്യരുത്. ആൾക്കെന്ത് ചെയ്യും, മനുഷ്യന്മാരല്ലേ, മനസ്സിന്റെ ഉള്ളിലൊരു ഇതൊക്കെ. പ്രത്യേകിച്ച് ഇതിനെ പറ്റിയൊന്നും പറയണ്ട, ഞാൻ പതാ പറയാം. നമ്മളവിടെ പോയിന്ന് എവിടെ പോയാലും ആൾക്കാർക്ക് എന്താണ് അപ്പോ അതറിയേണ്ട വിഷയമല്ലല്ലോ. നമ്മള് പറയണമെന്നൊക്കെ ആഗ്രഹമുണ്ടോ, മരിച്ചു കഴിഞ്ഞ ശേഷം പറഞ്ഞോളി, അല്ലെങ്കിൽ എന്റെ അഭാവത്തിൽ വേണമെങ്കിൽ പറഞ്ഞോളി, ഇത് ആയിരുന്നോളൂ, അത്രേ ഉള്ളൂ. മുമ്പിലിരുത്തി പറയരുത്, ആരെപ്പറ്റി പറയരുത്. അങ്ങനെ ഒന്നുമില്ല, മനുഷ്യന്മാരല്ല, വെറുതെ ഒരു പീരിനെ കയറിപ്പോയാൽ കഴിഞ്ഞില്ലേ, ഞാൻ ഇപ്പൊ തരക്കേടില്ലല്ലോ എന്ന് തോന്നിയാൽ തീർന്നു, അവിടെ അവസാനിച്ചു. അതുകൊണ്ട് അതിന് അവസരം കൊടുക്കരുത്. നമ്മൾ ഏതെങ്കിലും ഒരാൾ വലിയൊരു സംഭാവന, ഇപ്പൊ ഈ സദസ്സിൽ നമ്മൾ പിരിവൊന്നും ചോദിച്ചിട്ടില്ല ഇതുവരെ. ഒരാളൊരു 5 ലക്ഷം റുപ്യ ഞാൻ തരാമെന്ന് പറഞ്ഞു, ആ പരിപാടിന്റെ മുഴുവൻ ചെലവും ഞാൻ ഏറ്റെടുത്തു എന്നാണ് പറഞ്ഞു വന്നാൽ, നമ്മൾ അയാൾക്ക് വേണ്ടി സ്വകാര്യമായിട്ട് ആ മനുഷ്യന്റെ പേര് പറയാതെ ദുആ ചെയ്ത് കൊടുക്കണം എന്നാണ്. നമ്മൾ എന്താ പറയാ, ചെയ്തത് ഉപ്പര മുമ്പ് ചെയ്തിട്ടുണ്ട്. മറ്റേ പള്ളി ഉദ്ഘാടനത്തിന് ഉപ്പരനെ തന്നത്, പിന്നെ മദ്രസക്ക് ഉപ്പരനെ തന്നത്, പിന്നെ നമ്മുടെ സി സെന്ററിന് ഉപ്പരനെ കൊടുത്തത്, കഫാലക്ക് ഉപ്പരനെ തന്നത്. അപ്പൊ ഇയാൾക്ക് ഇങ്ങനെ തോന്നുന്നു ഞാൻ ഉഷാറാണല്ലോ. അപ്പൊ പോയി കൂലിയൊക്കെ പോയി. പിന്നെ ഇരുത്തി പറയാൻ പാടില്ലാണ്.
അഭാവത്തിൽ വേണമെങ്കിൽ പറയാം, ഒരാളെ ഇരുത്തി പുകഴ്ത്താൻ പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു സ്വഹാബി തന്റെ കൂട്ടുകാരനെ വളരെയധികം പുകഴ്ത്തി പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ആ മനുഷ്യനെ കൊന്നുകളഞ്ഞല്ലോ, നിങ്ങൾ അയാളെ കൊന്നുകളഞ്ഞല്ലോ, കഴുത്തിരിക്ക് കൊന്നുകളഞ്ഞല്ലോ, മോശമായി പോയി. ഇന്ന് പറഞ്ഞില്ലെങ്കിലാണ് മോശമാവുക. നമ്മുടെ മെന്റാലിറ്റി മാറ്റണമെന്നാ ഞാൻ പറയുന്നത്. എന്നെപ്പറ്റി പറഞ്ഞില്ലല്ലോ, പടച്ചോനെ ഞാൻ സ്റ്റേജിൽ ഇരിക്കുമ്പോൾ എന്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ, എനിക്ക് സ്വാഗതം പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ചിന്തിക്കുന്നത് അപകടമാണ്. അങ്ങനെ ചിന്തിക്കുന്നത് അപകടമാണ്. പേരൊക്കെ പറയുമ്പോൾ എന്തെന്നില്ലാത്തൊരു സുഖം വരും. ഈ സുഖം വരാൻ പാടില്ല എന്നാ. അതാണ് ദീൻ. ദീൻ അങ്ങനെയാ പറയാം. നിങ്ങളുടെ കൂട്ടുകാരൻ നിങ്ങളുടെ കൺമുമ്പിൽ നിന്ന് മറഞ്ഞുപോയാൽ ആ കൂട്ടുകാരൻ നിങ്ങളെപ്പറ്റി എന്ത് പറയണമെന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അതാണ് ആ കൂട്ടുകാരനെ പറ്റി നിങ്ങൾ പറയേണ്ടത്. സ്ഥലത്തുണ്ടായിരിക്കുമ്പോ പുകഴ്ത്തണ്ട. ആള് പുറത്തുപോയിരിക്കാൻ നിങ്ങൾ പുകഴ്ത്തി പറഞ്ഞേക്കണം. നന്മ ഉള്ളത് പറഞ്ഞാൽ മതി, ഇല്ലാത്തത് പറയും ചെയ്യരുത്. നിങ്ങൾ എന്താണോ പറയപ്പെടാൻ ആഗ്രഹിക്കുന്നത് അതാണ് നിങ്ങൾ പറയേണ്ടത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവർക്ക് ഇഷ്ടമുള്ള 5 കാര്യങ്ങളിൽ 5-ാമത്തേത്, നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഓർക്കേണമേ, ഏതൊരു കർമ്മവും നന്മയാണെങ്കിൽ നന്മയായതിന് പ്രതിഫലമുണ്ടെന്നും ആ കർമ്മം തിന്മയാണെങ്കിൽ അതിന് ശിക്ഷയുണ്ടെന്നും ഓർത്തുകൊണ്ട് പ്രവർത്തിക്കുക. എന്ത് ചെയ്താലും ഞാൻ ചെയ്ത നന്മയാണോ, അള്ളാഹുവിന്റെ കൂലിയുണ്ട്. ഞാൻ ചെയ്ത തെറ്റാണോ, അള്ളാഹു നമ്മെ ശിക്ഷിക്കും. فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ഒരണുമണി തൂക്കം ഒരൽപ്പം നന്മ ചെയ്താൽ അള്ളാഹു കണ്ടില്ല എന്ന് പറയൂല, അള്ളാഹു കൂലി തരും. അതുപോലെ തന്നെയാണ് ഒരണുമണി തൂക്കം തിന്മ, അതിന്റെ ശിക്ഷ അവൻ കാണുക തന്നെ ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരു അഅറാബി വന്നിട്ട് പറഞ്ഞു, നബിയേ അല്ലിംനി മിമ്മാ അല്ലമകല്ലാഹ്. മുസ്ലിമായി വന്ന ചെറുപ്പക്കാരനാണ്. നബിയെ, അള്ളാഹു എന്താണോ നിങ്ങൾക്ക് പഠിപ്പിച്ചത് അതെനിക്ക് പഠിപ്പിച്ചു തരൂ നബിയെ. പഠിപ്പിച്ചു കൊടുത്തു. നബി തങ്ങൾ സ്വഹാബിയോട് പറഞ്ഞു, നിങ്ങൾ ആ മനുഷ്യന് ഖുർആൻ ഓതി കൊടുക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. ഇത് പറഞ്ഞപ്പോൾ അഅറാബി പറഞ്ഞു, എനിക്ക് മതി. അനുഹാസബു അലാ മസാഖീരിൽ ദർറ. അണുമണി തൂക്കം നന്മക്കും അണുമണി തൂക്കം തിന്മക്കും നമുക്ക് വിചാരണയുണ്ടോ? മതി, എനിക്കൊന്നും കേൾക്കണ്ട, ഞാൻ പഠിച്ചു, എനിക്ക് മതി, ഒന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞ് അഅറാബി എഴുന്നേറ്റ് പോയപ്പോ അല്ലാഹുവിന്റെ ഹബീബിനോട് എന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഅറാബി പറഞ്ഞു മതിയെന്ന്. ഒരൊറ്റ സൂറയെ പഠിപ്പിച്ചു, ഒറ്റ സൂറത്ത്. അയാൾ പറഞ്ഞു മതി. എന്താ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത്? ആയത്തോതി കൊടുത്തു. فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. നബി തങ്ങൾ പറഞ്ഞു, ആയിക്കോട്ടെ. فقد فقه الأعرابي. ആ അഅറാബിക്ക് ഫിഖ് ലഭിച്ചിരിക്കുന്നു, അല്ലാഹുവിന്റെ ദീൻ മനസ്സിലായിരിക്കുന്നു. മതി പൊയ്ക്കോട്ടെ. ഇത് മനസ്സിലായാൽ ദീനായി. ഞാൻ ചെയ്യുന്ന ചെറുത് നന്മയാണെങ്കിൽ നന്മയും തിന്മയാണെങ്കിൽ ശിക്ഷയും അല്ലാഹു തരുമെന്ന് മനസ്സിലായാൽ ദീനായി കഴിയും. അല്ലാഹു നമ്മുടെ ജീവിതം നല്ല നിലക്ക് കഴിഞ്ഞുകൂടാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റും, ഒരുപാട് നന്മകൾ.
അതുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, 5 വിഷയങ്ങളാണ് നിരത്തി നിർത്തിയിരിക്കുന്ന കുതിരകളെക്കാളും എനിക്കിഷ്ടം. ഒന്ന് അനാവശ്യമായ ഒന്നും പറയാതിരിക്കുന്നത്, ആവശ്യമായി തന്നെ പറയുന്നത്, അതിന്റെ അവസരത്തിൽ മാത്രം ഒരു ബുദ്ധിയുള്ള മനുഷ്യനോടോ വിഡ്ഢിയായ മനുഷ്യനോടോ പോയി തർക്കിക്കാതിരിക്കുന്നത്. നിന്റെ കൂട്ടുകാരൻ നിന്റെ കൺമുമ്പിൽ നിന്ന് മറഞ്ഞുപോയാൽ അയാളെപ്പറ്റി നല്ലത് മാത്രം പറയുന്നത്. 4-ാമത്തേത്, എന്ത് പ്രവർത്തിച്ചാലും നന്മയാണെങ്കിൽ നന്മയും തിന്മയാണെങ്കിൽ ശിക്ഷയുമുണ്ടെന്ന ബോധത്തോടുകൂടെ പ്രവർത്തിക്കുന്നത്. ഈ 5 മനസ്സിലായാൽ ലോകത്ത് പിന്നെ ഒരു വാഹനവും വേണ്ട, ഒരു സമ്പത്തും വേണ്ടല്ലോ. ഇതാണല്ലോ ഏറ്റവും വലിയ സമ്പത്ത്. ഒരുപാട് പൈസയുണ്ട്, പക്ഷേ ഈ സംസ്കാരം കയ്യിലില്ലെങ്കിൽ എന്താ കാര്യം? ഇതാണ് ഒരു മനുഷ്യന് ലഭിക്കുന്ന വലിയ സമ്പത്ത് എന്ന് പഠിപ്പിക്കുകയാണ് ഖുർആനിന്റെ മുഫസ്സിർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാം സൂക്ഷിക്കാൻ പറഞ്ഞ 3-ാമത്തെ വിഷയം, ഇയ്യാകും വൽ ഫഹ്ഷ് ഫഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫഹ്ഷ വത്തഫഹ്ഷ്. നിങ്ങൾ അനാവശ്യം പറഞ്ഞു പോകരുത്, മോശമായ വാക്കുകൾ പ്രയോഗിക്കരുത്, മോശമായ പദപ്രയോഗങ്ങൾ നടക്കരുത്. അല്ലാഹുവിന്റെ മോശപ്പെട്ടത് പറയുന്നതോ അത് പരസ്യപ്പെടുത്തുന്നതോ അത് മനഃപൂർവ്വം പറയുന്നതോ അല്ലാഹുവിന് ഇഷ്ടമല്ല. തഫഹ്ഷ് ഉണ്ടാവരുത്. മുൻഗാമികളായ ആളുകൾ കൈയിന്റെ കച്ചം എന്ന വാക്ക് ഉപയോഗിക്കില്ലായിരുന്നു. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈയിന് കക്ഷത്തിലൊരു മുറിവുണ്ടായപ്പോ, ആംപിച്ച് എന്നല്ലേ അറബി ഇംഗ്ലീഷ് പറയാം, ഇബ്ത് എന്ന അറബിയിൽ പറയുന്ന കൈയിന്റെ ഉൾഭാഗം കക്ഷം എന്ന് പറയുന്നത്. പണ്ടൊക്കെ പറയും ലക്ഷം നിന്നാലും കക്ഷം പഠിക്കൂല എന്നൊക്കെ അല്ലേ, പണ്ടങ്ങനെ. അറബിയിൽ ഇത് പറയുന്നത് മോശപ്പെട്ട വാക്കാണെന്നാണ്. മലയാളത്തിൽ അങ്ങനെയൊക്കെ തന്നെ തോന്നുന്നു അല്ലേ. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന് ഒരു മുറിവുണ്ടായപ്പോ ഉലമാ ചെന്നുനാ. എന്തിന്, എവിടെയാണ് മുറിവ് എന്ന് ചോദിച്ചാലേ അത് കക്ഷത്തിലാണ്. ഫിൽ ഇബ്തി എന്ന അറബിയിൽ മറുപടി പറയുമോ? അങ്ങനെ പറഞ്ഞാൽ മോശാണല്ലോ. അത് മഹാനായ ഖലീഫയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പേരക്കുട്ടിയുമായ 2-ാമത്തെ ഉമർ എന്നറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയുമോ ഇല്ലയോ എന്ന് നോക്കാൻ. അങ്ങനെ അവർ ചെന്നു, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. എനിക്ക് വർത്താനൊക്കെ ചോദിച്ചു. പിന്നെ എന്താ അസുഖമുണ്ടെന്ന് പറഞ്ഞല്ലോ കുറെ ദിവസമായിട്ട്. ഇവിടെയാണ് അസുഖം. ഫിൽ യദി, എന്റെ കയ്യിലാണ് എന്ന് പറഞ്ഞു. അല്ലാഹു ശിഫയാക്കട്ടെ എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോന്നിട്ട് പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഇദ്ദേഹം ഒരു ആലിമായിട്ടല്ല, ഒരു ഖലീഫയാണ്, ഒരു ഭരണാധികാരിയാണ്. എന്നിട്ട് പോലും ഇബ്ത് എന്നർത്ഥം വരുന്ന, ആംപിറ്റ് എന്നർത്ഥം വരുന്ന ആ വാക്ക് അവരുപയോഗിച്ചില്ലല്ലോ. ലൈസ ബിഫാഹിഷിൻ വലാ മുതഫഹിഷിൻ. മുസ്ലിമായ മനുഷ്യൻ അങ്ങനെയാണ്. തമാശയിൽ പോലും അനാവശ്യമായ വാക്കുകൾ പറയാൻ പാടില്ലെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമായിരുന്നു, സബാബുൽ മുസ്ലിമി ഫുസൂഖുൻ വഖിതാലുഹു കുഫ്റുൻ. സബാബുൽ മുസ്ലിമി ഫുസൂഖുൻ, മുസ്ലിമായ ഒരു മനുഷ്യനെ ചീത്ത പറയുന്നത്, മുസ്ലിമായ ഒരു മനുഷ്യനെ ചീത്ത പറയുന്നത് ഫുസൂഖുൻ, അത് ഫിസ്ഖാണ്. വഖിതാലുഹു കുഫ്റുൻ, മുസ്ലിമായ ഒരു മനുഷ്യനോട് യുദ്ധം ചെയ്യുന്നതോ ആ മുസ്ലിമിനെ കൊല ചെയ്യുന്നതോ കുഫ്റുൻ, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ കാരണമാകുന്ന കുറ്റവുമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഒരു ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു ധരിക്കുന്നു, ഇന്ന മിൻ അക്ബരിൽ കബായിരി, വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ് അയ്യൽഅന റജുലു വാലിദൈഹി, ഒരു മനുഷ്യൻ സ്വന്തം ഉമ്മയെയും വാപ്പയെയും ശപിക്കുന്നത്. സ്വന്തം ഉമ്മയെയും വാപ്പയെയും ശപിക്കുന്നത് ഏറ്റവും വലിയ വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ്. അപ്പൊ സ്വഹാബിയോട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയോ? അവയൽഅനു റജുലു വാലിദൈഹി യാ റസൂലല്ലാഹ്, നബിയേ, എങ്ങനെയാണ് ഒരു മനുഷ്യൻ സ്വന്തം മാതാവിനെ, സ്വന്തം പിതാവിനെ ആക്ഷേപിക്കുന്നത്? എങ്ങനെയാ ചീത്ത പറയുന്നത്? എങ്ങനെയാ ശപിക്കുന്നത്? ഇപ്പോഴത്തെ കുട്ടികളെ കഥ പറഞ്ഞപ്പോ ഈ ചോദ്യം വരില്ലായിരുന്നു അല്ലെ, ഈ കാലക്കരവിൽ ഞങ്ങൾ കണ്ടിരുന്നെങ്കിൽ. കുട്ടികൾക്ക് വല്ലാത്ത ദേഷ്യം വരുന്നത് അന്ത്യനാളിന്റെ അടയാളമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
പൊട്ടിത്തെറിക്കുന്ന ദേഷ്യമുള്ള കുട്ടികൾ. 2 വയസ്സായിട്ടുണ്ടാവുള്ളൂ, എന്താ ദേഷ്യം, 10 വയസ്സിന്റെ ദേഷ്യം ആ തടിന്റെ ഉള്ളിലെ. പെൺകുട്ടികളുണ്ടാവും അങ്ങനെ പിടിച്ച വാശി, ഉമ്മയോട് വാശി പിടിച്ച് റൂമും അടച്ച് ഉള്ളിൽ കിടന്ന് ഭക്ഷണം വേണ്ട, വെള്ളം വേണ്ട, സ്കൂളും വേണ്ട, കോളേജും വേണ്ട, ദേഷ്യം തീർക്കാൻ അങ്ങനത്തൊരുണ്ടാവും. കുട്ടികളിൽ ഇങ്ങനെ ദേഷ്യം കാണുന്നത് ഖിയാമത്ത് അടുത്തെത്തി എന്ന് വിളിച്ചറിയിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മയും വാപ്പയൊക്കെ ചീത്ത പറയാ, ഉമ്മയൊക്കെ എടി എന്നൊക്കെ വിളിക്കുന്ന കുട്ടികളുണ്ട്. അന്ന് നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതിരിക്കട്ടെ, എന്ന് വരാതിരിക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവർ ചോദിച്ചു, നബിയേ, കൈഫ യൽഅനു റജുലു വാലിദൈഹി, ഒരാൾ സ്വന്തം ഉമ്മയെയും വാപ്പയെയും ചീത്ത പറയുമോ നബിയേ? يلعن الرجل أبا الرجل فيسب أباه ويسب أمه. ഒരാൾ മറ്റവന്റെ ഉമ്മയെയോ വാപ്പയെയോ ചീത്ത പറയുമ്പോ അവൻ ഇവന്റെ ഉമ്മയെയും വാപ്പയെയും ചീത്ത പറയുമല്ലോ. അതിനവസരമുണ്ടാക്കിയത് ഇവൻ ചെയ്ത പണിയാണ്. ഈ പണി വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണെന്ന് റസൂലുള്ളാഹ്. ചെറിയ മക്കളിലുണ്ട് എന്തെങ്കിലും ഒരു കസബിസ വർത്തമാനം പറയുമ്പോഴേക്കും നിന്റെ വാപ്പ, നിന്റെ ഉമ്മ എന്ന പ്രയോഗം. ആ പ്രയോഗത്തിലൂടെ ഒരാളിന്റെ മറ്റൊരാളിന്റെ ഉമ്മയെയോ വാപ്പയെയോ ചീത്ത പറഞ്ഞാൽ ആ മനുഷ്യൻ നിന്റെ ഉമ്മയെയും നിന്റെ വാപ്പയെയും ചീത്ത പറയും. അപ്പൊ സ്വന്തം മാതാപിതാക്കളെ ചീത്ത പറയുന്നത് വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നീ മറ്റൊരാളുടെ ഉമ്മയെയും വാപ്പയെയും പറയുന്നത് വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഫഹ്ഷാണ്, അനാവശ്യമായ വർത്തമാനമാണിത്, പറയാൻ പാടില്ലാത്തതാണ്, മുസ്ലിമിന്റെ നാവിൽ നിന്ന് വരാൻ പാടില്ലാത്തത്. ചില കുട്ടികളൊക്കെ പുതിയ ഭാഷ പഠിക്കുന്നത് അതിൽ ഏറ്റവും വൃത്തികെട്ട പദങ്ങളായിരിക്കും. ഗൾഫിലൊക്കെ ഉള്ള അറബിയൊക്കെ നമ്മുടെ മലയാളികൾ ചില മലയാളമൊക്കെ പഠിപ്പിച്ചു കൊടുക്കും, പറയാൻ പാടില്ലാത്ത. ഒരു കൂളായിട്ട് ചോദിക്കും, പത്തി എന്നൊക്കെ പറ, ഒരു നായിനെപ്പ പറയണതേ ഇതൊക്കെ ടാണെന്ന് പറയാൻ പറ്റൂലല്ലോ. ഏതെങ്കിലും നമ്മുടെ കഫ്തീരിയയിലോ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഉള്ള ചെറുക്കന്മാരെ അവർക്ക് ഇങ്ങനെ സ്വകാര്യം പറഞ്ഞെടുത്ത് പച്ച ചീത്ത വിളിക്കണ വാക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ അറബിയും പറയും, എനിക്കറിയാം മലയാളം, എന്നാ പറഞ്ഞാട്ടെ, റബ്ബേ ചെവി കുത്തിപ്പോണ്ടി വരും. കുട്ടികൾ അങ്ങനെ പുതിയൊരു ഭാഷ പഠിക്കുമ്പോൾ അതിൽ ഏറ്റവും വൃത്തികെട്ട വാക്ക് ആദ്യം പഠിക്കുന്നത്. എന്താണ് അതിന്റെ ഹിക്മത്ത്? അല്ലാഹു അലം. എങ്ങനെയാണ് ഇബ്ലീസ് ഇങ്ങനെ ഭാഷയിലൂടെ കുട്ടികളെ തലയിൽ കയറുന്നത്? മോശപ്പെട്ടത് ആദ്യം പഠിക്കുക. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ കുട്ടികൾ നല്ലവരോട് കൂടെ ജീവിക്കുമ്പോഴേ അത് ഉണ്ടാവുള്ളൂ, നല്ല കുട്ടികളുടെ കൂടെ. ഇപ്പൊ ഗൾഫിലൊക്കെ താമസിക്കുന്ന മക്കള്, എന്റെ കുട്ടികളെ തന്നെ ഞാൻ ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിൽ വന്നിരിക്കുകയാണ്, 1 മാസത്തെ ലീവാണ്. ഈ 1 മാസം കഴിഞ്ഞ് അവിടെ തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഇവരുടെ വാക്കിലൊക്കെ ചില ഡീവിയേഷൻ കാണാൻ പറ്റും. എന്തൊക്കെയോ പഠിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോ അവിടുന്ന് വരുന്ന കുട്ടികൾ ഇവിടുന്ന് പഠിക്കുന്നുണ്ടാവും, ആ കുട്ടികളെന്ന് ഇവിടെ പഠിക്കുന്നവരും ഇവിടുത്തെ അവിടെ പഠിക്കുന്നവരും ഒക്കെ കാണാം. ആരെയും കുറ്റം പറയില്ല. ഈ കൂടെ ജീവിക്കുമ്പോഴുള്ള പ്രശ്നമാണ്. ഒരു ക്രിസ്ത്യാനിയുടെ കഥ പറയാറുണ്ട്. അയാൾ ഒരു തത്ത വാങ്ങിച്ചിട്ട് ആ തത്തക്ക് ആരോ ചില തെറി വാക്കുകളൊക്കെ പറഞ്ഞുകൊടുത്തു. ഇപ്പൊരാകെ ഇടങ്ങാറായി. മോശല്ലേ, പുരന്റെ മുമ്പ് തന്നെ തത്തനെ തൂക്കിയിട്ടിരിക്കുക, വരുന്നവരോടൊക്കെ പച്ചത്തെറി പറഞ്ഞ. അങ്ങനെ മൂപ്പര് വിചാരിച്ചു, എന്നാൽ നമ്മുടെ തത്തനെ കൊണ്ടുപോയിട്ട് കപ്പിയേർക്കൊരു തത്തണ്ട്, ആ കപ്പിയാരെ തത്തന്റെ ഒപ്പം പാർപ്പിച്ചാൽ നല്ലതൊല്ലും പഠിച്ചോട്ടെ എന്ന് വിചാരിച്ച് കപ്പിയാരെ തത്തന്റെ ഒപ്പം പാർപ്പിച്ചത് 2 ആഴ്ച പൂരെ തെറി പഠിച്ചിട്ടാ വന്നത്. സുബ്ഹാനല്ലാഹ്. നന്നാക്കാൻ വേണ്ടി കൊണ്ടേ കൊടുത്തത്, വയലും വലുതപ്പുറത്ത്. മക്കള് ആരുടെ കൂടെ നടക്കണം എന്നത് വലിയൊരു വിഷയമാണ്. അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മൻ യുഖാലിൽ. നിങ്ങൾ ആരെയാണ് സുഹൃത്തായി കൊണ്ടു നടക്കേണ്ടത് എന്ന് നിങ്ങൾ ആലോചിച്ചു ചെയ്യേണ്ട കാര്യമാണെന്ന. വെറുതെ നിങ്ങളെ ലൈക്ക് ചെയ്യുന്നവരൊക്കെ ഫ്രണ്ടാക്കാൻ നിൽക്കണ്ടെന്ന്. അത് ആരാണ് നിങ്ങൾക്ക് ആദ്യം അറിയണം. ആരാണ് ഇയാൾ? നിങ്ങൾ ചിന്തിച്ചാലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ്. മൻ യുഖാലിൽ, ആരായിരിക്കണം നിങ്ങളുടെ ഫ്രണ്ട് എന്ന്. വെറുതെ കിട്ടുന്നവരൊക്കെ വലിച്ചു കൂട്ടണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, യൽഅനു റജുലു അബർ റജുലി ഫയസുബ്ബു ഉമ്മഹു വയസുബ്ബു അബാഹ്. ഒരു മനുഷ്യൻ മറ്റൊരാളിന്റെ ഉമ്മയെയോ വാപ്പയെയോ ചീത്ത പറയുമ്പോ അവൻ ഇവന്റെ ഉമ്മയെയും വാപ്പയെയും ചീത്ത പറയും. അത് ഇവൻ സ്വന്തം മാതാപിതാക്കളെ അവൻ തന്നെ ചീത്ത പറയുന്നതിന് തുല്യമാണ്. അതാണെങ്കിലോ ഇന്ന മിൻ അക്ബരിൽ കബായിരി, വൻപാപങ്ങളിൽപ്പെട്ട വൻപാപമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
നമ്മൾ ഉപേക്ഷിക്കേണ്ട നാലാമത്തെ വിഷയം അൽഅനു, ശാപമാണ്, ശപിക്കലാണ്. സഹോദരിമാർ പ്രത്യേകിച്ച് മനസ്സിലാക്കണം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്, തുക്സിർനൽ ലഅന വതക്ഫുർനൽ നശീർ. പെണ്ണുങ്ങളെ നിങ്ങളെ ധാരാളം നരകത്തിൽ കാണാൻ കാരണമായത് രണ്ട് വിഷയം കൊണ്ടാണ്. ഒന്ന്, തുക്സിർനൽ ലഅന, നിങ്ങൾ ശാപം വർദ്ധിപ്പിക്കുന്നവരാണ്. ശപിക്കുക, എന്തിനും ശപിക്കുക. നശിച്ചത് മഴ പെയ്താലും ചീത്തയാണ്, വെയിലർച്ചാലും ചീത്തയാണ്, എല്ലാത്തിനും ചീത്ത. കോഴി ഇതിലങ്ങ് പറന്നാലും ചീത്തയാണ്, കോഴി കൂട്ടുക കയറിയിട്ടില്ലെങ്കിലും ചീത്തയാണ്, കറണ്ട് വന്നാലും പോയാലും ചീത്തയാണ്, ഗ്യാസ് തീർന്നാലും ഗ്യാസ് വന്നാലും ചീത്തയാണ്. ഇങ്ങനെ എല്ലാറ്റിനും ചീത്ത പറയുന്ന സ്വഭാവം ഇങ്ങനെ ഉണ്ടാവരുത്. തുക്ഫിർനൽ ലഅന, നിങ്ങൾ ശാപം വർദ്ധിപ്പിക്കുന്നവരാണല്ലോ. വതക്ഫുർനൽ അശീർ, നിങ്ങളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ഭർത്താവിനോട് നിങ്ങൾ എനിക്ക് ഒരു ഉപകാരവും ചെയ്തിട്ടില്ല എന്ന് ചിലപ്പോഴൊക്കെ പറയാറില്ലേ? ഈ രണ്ട് കാരണങ്ങൾ നിങ്ങളെ നരകത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മമാരെ ശരിക്ക് മനസ്സിലാക്കിക്കോളൂ. ഒരുപാട് നന്മ ചെയ്തൊരു ഭർത്താവിനെ, നിങ്ങൾക്ക് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്യുന്ന ഭർത്താവിനെ, ആ ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളെക്കാളൊക്കെ എനിക്കിഷ്ടം മറ്റൊരാളെയാണെന്ന് പറയുന്നത്, നിങ്ങൾ എന്നെ ഒഴിവാക്കിത്താ, എനിക്ക് വേറെ ആളുകൾ എന്നെ ക്യൂ നിൽക്കുന്നുണ്ട് കല്യാണം കഴിക്കാനെന്ന് പറയുന്നത്, എനിക്ക് ത്വലാഖ് താ എന്ന് ചോദിക്കുന്നത്, യാതൊരു ശർഅ് അംഗീകരിക്കുന്ന കാരണമില്ലാതെ ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിനോട് ത്വലാഖ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹറമല്ലാഹു അലൈഹൽ ജന്ന, സ്വർഗ്ഗം അല്ലാഹു അവർക്ക് ഹറാമാക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉണ്ടായിപ്പോവരുത്. ന്യൂ ജനറേഷനാണ് നമ്മുടെ കുട്ടികള്, പുതിയ ജനറേഷനാണ്, അവർക്കറിയില്ല എന്താണ് ജീവിതമെന്ന്. സിനിമയും പാട്ടും കവിതയിലും നോവലിലും വായിച്ചതാണ് ജീവിതമെന്നാണ് വിചാരം. സഹോദരിമാരെ, നിങ്ങൾ ശാപം വർദ്ധിപ്പിക്കല്ലേ, ഭർത്താവിനോട് നന്ദികേടിന്റെ വാക്കുകൾ പറയല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഒരു പെണ്ണിങ്ങനെ യാത്ര പോകുമ്പോ അവളൊരു ഒട്ടകപ്പുറത്താണ്. അൻസാരിയത്തായ ഒരു പെണ്ണ്, മദീനക്കാരിയായ പെണ്ണ് ഒരൊട്ടകപ്പുറത്ത് ഇങ്ങനെ സഞ്ചരിക്കുമ്പോ ആ ഒട്ടകം ഒന്ന് പിടഞ്ഞു, ആ ഒട്ടകം ഒന്ന് ശരിയായി നടന്നില്ല. ആ ഒട്ടകപ്പുറത്തിരുന്ന പെണ്ണ് ആ ഒട്ടകത്തെ ശപിക്കുകയും ചെയ്യുന്നത് മുത്തായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കാനിടയായി. ഒട്ടകപ്പുറത്തിങ്ങനെ പോവാണ്, പെട്ടെന്ന് ഒട്ടകം ഒന്ന് കാലിടറി. അന്നത്തെ വാഹനമാണ്. കാലിടറി പോവാണ്, തിരക്കിട്ട് പോവാൻ, കല്യാണത്തിന് പോവാൻ, 2 ടയറും പഞ്ചറായി എന്ന് വിചാരിക്കാം. നമ്മൾ ശപിക്കാൻ പാടില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഞങ്ങളിപ്പോ ഇന്നലല്ല മിഞ്ഞാന്ന് രാത്രി വേദം കഴിഞ്ഞ് 1 മണി 2 മണിക്ക് പോരും, 2 ടയറാണ് പഞ്ചറായി. എന്ത് ചെയ്യാൻ പറ്റും? ഒരു വിജനമായ കീരിയും പാമ്പുണ്ടോ എന്നൊക്കെ പേടിക്കണ ഒരു പാടത്തിന്റെ വക്ക്, ഒരു മഹ്ലൂക്കില്ല. അത് പാർട്ടി ഗ്രാമമാണല്ലോ ഒരു ചുറ്റും, ഒരു മുസ്ലിം പോലും കിട്ടാത്ത സ്ഥലത്ത്, കണ്ണൂർ ജില്ലയിൽ. എന്ത് ചെയ്യാൻ പറ്റും? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. കുത്തിരുന്ന ടയർ അയക്കന്നെ, പുതിയ ടയർ ഇടന്നെ. എന്ത് ചെയ്യാൻ പറ്റും? വാഹനത്തെ ശപിച്ചുകൂടാണ്. അള്ളാഹുവിന്റെ കഥ ആണ്, അത്രേനുള്ളൂ. നന്നാക്കി പോവാ. അതിനൊക്കെ സഹായിച്ച നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്. അവർക്കൊക്കെ അള്ളാഹു എല്ലാ കൂലിയും കൊടുക്കട്ടെ. ആമീൻ. ഉറക്കം വെച്ചിട്ട് നേരം വെളുക്കോളും. 2 ടയറും പോയിക്കണേ, സ്റ്റെപ്പിന് ഒന്നല്ലേ ഉണ്ടാവുള്ളൂ. ഞാൻ അടുത്തൊരു വണ്ടിന്റെ സ്റ്റെപ്പിന് കിട്ടിയിട്ട് വേണം മറ്റേത് മാറ്റാൻ. എന്നിട്ട് വേണം ഞങ്ങൾക്ക് നിലമ്പൂരിലേക്ക് വരാനുണ്ടായിരുന്നു. ഏതായിരുന്നാലും സുബ്ഹാനല്ലാഹ്. ഈ പെണ്ണ് ഒട്ടകത്തിന്റെ പുറത്ത് പോവാണ്. ആ ഒട്ടകം ഒന്ന് കാലിടറി ഒന്ന് പെടച്ചു. അപ്പോഴേക്കും ആ ഒട്ടകത്തെ ശപിച്ചു ആ പെണ്ണ്. അൻസാരിയത്തായ പെണ്ണത് ചെയ്തപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുദൂമാ അലൈഹാ, ആ ഒട്ടകത്തിന്റെ മുകളിലുള്ള പെണ്ണിനോട് ഇറങ്ങാൻ വേണ്ടി പറയണം. ആ ഒട്ടകപ്പുറത്തുള്ള സർവ്വ സാധനങ്ങളും താഴെ വെക്കാൻ വേണ്ടി പറയണം. വദഊഹാ, ആ ഒട്ടകത്തെ വിട്ടേക്കണം. ഫഇന്നഹാ മൽഊന, ആ ഒട്ടകം ശപിക്കപ്പെട്ട ഒട്ടകമാണല്ലോ. ആ ഒട്ടകപ്പുറത്ത് ഇനി ആരും കയറണ്ട, അതിന്റെ പുറത്ത് ഒട്ടകക്കട്ടിൽ വെക്കണ്ട, എല്ലാം താഴെ വെക്കണം. പെണ്ണിനോട് ഇറങ്ങിപ്പോവാൻ വേണ്ടി പറഞ്ഞു. ദഊഹാ ഫഇന്നഹാ മൽഊന, ഈ പെണ്ണിന്റെ നാവിൽ നിന്ന് ശാപത്തിന്റെ വാക്കുകൾ വരികയാൽ ആ ഒട്ടകം ശപിക്കപ്പെട്ടിരിക്കുന്നു. ഇനി അതിന്റെ പുറത്ത്